Prayer. Ya Allah, thank you for the knowledge we gained today. Bless our teachers and friends, grant us beneficial knowledge and guide us on the straight path. Forgive our mistakes and make us successful in all that is good. Amen. Thank you. Good morning, everyone. Sign in. I'm Shruti Suresh. It is my pleasure to welcome all my friends for today's class. Thank you all for joining us today's class. I would like to extend a warm welcome to our respected Jisha ma'am for joining us today. I hope you will enjoy the class. Thank you. Have a nice day. Good morning, everyone. Today's thought: one beautiful heart is better than thousand beautiful faces. Thank you. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Prayer കഴിഞ്ഞോ? Yes, ma'am. Good morning. ആരാണോ? Good morning. Very good morning. Okay. Prayer കഴിഞ്ഞിരുന്നോ? Yes, ma'am. എല്ലാം കഴിഞ്ഞു. Okay, fine. So, നമ്മൾ ഏത് ലെസൺ ആയിരുന്നു എടുത്തോണ്ടിരുന്നത്? Ma'am, fourth. സെൽഫ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു ലാസ്റ്റ് ക്ലാസ്സിൽ. സെൽഫ് കൺസ്ട്രക്ഷൻ ലാസ്റ്റ് ചെയ്തത് അല്ലേ? ആരെങ്കിലും ക്ലാസ് ലീഡ് ചെയ്യാൻ റെഡിയാണോ? ഓക്കെ, നോ പ്രോബ്ലം. മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ വോൾ പോസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നാഴികക്കല്ലുകൾ, മൈൽ സ്റ്റോൺസ് അല്ലേ? നമ്മളുടെ ഈ ജേണിയിൽ നമ്മൾ അവിടെ അവിടെ വെച്ച് കാണുന്ന ചില മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ഗോൾ പോസ്റ്റ് എന്ന് പറയും. ഒരു ഗോൾ അടിച്ചു എന്ന് കരുതിയിട്ട് ആ ഒരു മാച്ച് ജയിക്കണം എന്നില്ല, നമ്മൾ എയിമിലേക്ക് എത്തണം എന്നില്ല അല്ലെ. പിന്നെ കുറെ ഗോള് അല്ലെങ്കിൽ കുറെ മൈൽ സ്റ്റോൺസ്, കുറെ ബോൾ പോസ്റ്റിലൂടെ നമ്മൾ സക്സസ്ഫുള്ളി കടന്നു പോകണം. ചിലപ്പം നമ്മൾ ഫെയിലിയർ ആയിട്ടുണ്ടാവും, പക്ഷെ അത് നമ്മളുടെ സക്സസിനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെ നമ്മൾ പിന്നീട് യൂസ് ചെയ്യും. ഓക്കെ ഫൈൻ. കഴിഞ്ഞ ദിവസം എന്നോട് ശ്രുതി ഒരു കാര്യം, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം എന്നോട് ഷെയർ ചെയ്തിരുന്നു. ശ്രുതിയുടെ വീടിനടുത്തുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന കാര്യം വളരെ മടി കാണിച്ചു, പക്ഷെ നമ്മളുടെ മെറ്റീരിയൽസ് കാണിച്ച് അവരെ ട്യൂഷൻ ചെയ്തപ്പോ കുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സിംഗിൾ പാരന്റിങ് ആണ്. കാരണം അമ്മ പുറത്ത് വർക്ക് ചെയ്യാണ്, അച്ഛനും പ്രായമായ ഗ്രാൻഡ് മദർ. 1 സെക്കൻഡ് കേട്ടോ, ഒരു മിനിറ്റ്.
താങ്ക് യു. കുറെ നേരമായി ആരോ വിളിക്കണോ നോക്കിയിട്ട് കാണുന്നില്ല. ഓക്കെ, സോ അങ്ങനെ ശ്രുതി ഷെയർ ചെയ്യണ്ടേ. ഇപ്പൊ നമ്മളുടെ എല്ലാവർക്കും ഓരോ റോള് വെച്ച് തന്നിരിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തർക്കും ഉണ്ടാവും. ഓരോ ഇതും കാണിച്ചിട്ടുണ്ടാവും. അത് ഷെയർ ചെയ്തപ്പം നമ്മളുടെ ഈ ഒരു മെത്തേഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഓക്കെ, എനിവേ ശ്രുതി കീപ് ഗോയിങ്. നല്ലൊരു കാര്യമാണ് ശ്രുതി ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. താങ്ക് യു മാം. മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ഗോൾ പോസ്റ്റ് പറഞ്ഞപ്പോ അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്നോടൊരു കുട്ടി ചോദിക്കുകയുണ്ടായി. അത് ഓൺലൈനായിട്ട് ബാങ്കിങ്ങിന്റെ എന്തോ നെറ്റ്വർക്ക് ജോബ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. അപ്പൊ എന്നോട് ചോദിച്ചു, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻസ്, അതായത് മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കോപ്പ് എന്താണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വൺസ് നമ്മൾ മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് നമ്മൾക്കൊരു പ്രത്യേക ഒരു ജോബ് കിട്ടുന്നോ ഒന്നും നമ്മൾക്ക് പറയാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു ചെറിയ സ്കൂളിൽ ജോലി മതി എന്നുണ്ടെങ്കിൽ അത് അവിടെ തീരും. പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് ചിന്തിക്കുവാണെങ്കിൽ നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അതിന് നമുക്കൊരു നല്ലൊരു ബേസ് വേണം അല്ലെ. ഫിനാൻഷ്യലി നമ്മൾക്ക് കുറച്ച് ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ആ ഒരു സെക്യൂരിറ്റി നമുക്ക് വേണം. ഇത്രയും കാലം നമ്മൾ ഒരുപക്ഷെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വൺസ് നമ്മൾ അത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഒരു ചെറിയൊരു ഇൻകം എപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ ഇതിന് കണക്ട് ചെയ്യുന്ന കോഴ്സസ് അപ്ഗ്രേഡ് ചെയ്യണം. ഇതിനുശേഷം ഞാൻ MSW ജോയിൻ ചെയ്യുമായിരുന്നു. അപ്പൊ അതിന് നമുക്ക് നല്ലൊരു പേയ്മെന്റ് വേണ്ടി വന്നു. നല്ലൊരു പേയ്മെന്റ് തന്നെ ഇഗ്നോടെ ആയതുകൊണ്ട് എനിക്കൊരു 30,000 നിന്നു. അല്ലാതെ റെഗുലർ കോഴ്സ് ചെയ്യുവാണെങ്കിൽ ലാക്സിൽ പോകും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ റീസെന്റ് ചെയ്തത് ചൈൽഡ് സൈക്കോമെട്രിക് അനാലിസിസ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ, കുട്ടികളിൽ ചെറിയ ലേണിംഗ് ഡിസബിലിറ്റീസ് കാണുന്നു, എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് പറയാനേ പറ്റുള്ളൂ ഇങ്ങനെയൊന്നും ഉണ്ട്, നിങ്ങൾ കൊണ്ടുപോയി ഏതെങ്കിലും തെറാപ്പിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കൂന്നേ പറയാൻ പറ്റുള്ളൂ. ചില പാരന്റ്സ് മടിക്കും. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളിൽ ആ ഒരു സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് അറിയാമെങ്കിൽ നമുക്ക് ഇന്റർവെൻഷൻ ചെയ്യാം. അതിലൊരു മെത്തേഡാണ് ചൈൽഡ് സൈക്കോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്. അത് സയന്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. കുറെ സൈക്കോളജിസ്റ്റുകൾ ഡിസൈൻ ചെയ്ത് നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്തിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആ കുട്ടിയുടെ IQ, ആ കുട്ടിയുടെ റെസ്പോൺസ്, കുട്ടിക്ക് എവിടെയാണ് ഡിസബിലിറ്റി, എന്താണ് പ്രശ്നം, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അത് പറഞ്ഞു കൊടുക്കാം, ഇതാണ് പ്രശ്നം, നിങ്ങൾക്കത് പോയി കറക്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഞാൻ ആ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഓൺലൈൻ ആയിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരിയർ കൺസൾട്ടന്റ്. അതിന്റെ ലെവൽ 1 ചെയ്യാൻ പോകുന്നത്. ഈ കരിയർ കൺസൾട്ടന്റ് ഞാൻ ചെയ്യാൻ കാരണം ഞാൻ അഡോളസൻസ് ഗ്രൂപ്പിൽ ഇന്റർവെൻഷൻ നടത്തുന്നുണ്ട്. അഡോളസൻസ് കുറെ വിഭാഗങ്ങൾക്ക് ഒരു ഫോക്കസും ഇല്ല. 10th കഴിഞ്ഞ അല്ലെങ്കിൽ 10th കഴിയുമ്പോൾ തന്നെ നമ്മുടെ കരിയറിനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ആ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ +2 സബ്ജക്ട് സെലക്ട് ചെയ്യുക അല്ലെ. ഇത് എന്തെങ്കിലും ഒരു സബ്ജക്ട് പോയി +2 പഠിക്കും, ആ ഒരു രീതിയിലുണ്ട്. നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾ വരെയും അങ്ങനെ ഒരു അബദ്ധത്തിൽ ചെയ്യാറുണ്ട്. കാരണം നല്ല മാർക്ക് കാണുമ്പോഴേക്കും പാരന്റ്സ് പൊതുവെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിയെ കൊണ്ടുവന്ന ബയോമാത്സോ കമ്പ്യൂട്ടർ സയൻസോ ചേർക്കും. പക്ഷെ കുട്ടിക്ക് താല്പര്യം കൊമേഴ്സ്യൽ സൈഡിലോ ഹ്യൂമാനിറ്റീസ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അക്കൗണ്ടൻസി അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ മാർക്ക് കൂടുതൽ കാണുമ്പോൾ എല്ലാവരും സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആ ഒരു ഇതിലേക്കല്ലേ പോകുള്ളൂ. അവിടെ പെർഫോം ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ നമ്മൾ സ്കൂൾ ലെവലിൽ തന്നെ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡും അവരുടെ പൊട്ടൻഷ്യലും മനസ്സിലാക്കിയിട്ട് കുട്ടികളെ അവർക്ക് പറ്റിയ കോഴ്സിലേക്ക് നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നത്. കാരണം ഈ അഡോളസൻസ് ഗ്രൂപ്പിൽ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട്. ആൻഡ് ഐ അഷ്യൂർ യു, എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും പറ്റുന്ന രീതിയിൽ തന്നെ. അപ്പൊ അതൊരു സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം നമ്മളുടെ ബേസ് ഒന്ന് നമ്മൾ സ്ട്രോങ് ആക്കുക. വെറുതെ പഠിച്ചു പോവുക എന്നുള്ളതല്ല. നമുക്ക് അതുകൊണ്ട് നമ്മളുടെ സെൽഫ് ഗ്രോത്തും നമുക്ക് ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ മോണ്ടിസോറി മെത്തേഡ് പഠിച്ചപ്പോ തന്നെ നമ്മളുടെ ഒരു സെൽഫ് വാലുവേഷൻ തന്നെ നമ്മൾ നടത്തി. നമ്മളുടെ പൊട്ടൻഷ്യല് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ അറിയാതിരുന്ന നമ്മളുടെ പല കഴിവുകളും നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് കുറെ പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ആളുകളോടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറി, നമ്മളോടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറി. നമ്മളെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി, റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് തന്നെ മറ്റുള്ളവരിലേക്കും റിഫ്ലക്ട് ചെയ്യാം.
അപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിൽഡ് ആവുന്നു. ഞാൻ മോണ്ടിസോറി പഠിക്കുന്നതിന് മുമ്പ് ഒരു ഐസൊലേറ്റഡ് ലൈഫിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. വീട്ടിൽ നിന്ന് പുറത്തേനെ ഇറങ്ങലായിരുന്നു. ജസ്റ്റ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ അതിനപ്പുറത്തേക്കുള്ള ഒരു ലോകം ഉണ്ടായിരുന്നു. ഇൻട്രോവേർട്ടും ആയിരുന്നു. അധികം ആളുകളോട് ഞാൻ ഇടപഴകാറില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സർക്കിളേ ഉണ്ടായിരുന്നു. ഈവൻ ഫോൺ വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഇപ്പൊ പിന്നെ ഫോൺ കോൾസ് ഒന്നും ഞാനിങ്ങനെ തിരക്കാണെങ്കിൽ മാത്രമാണ് എടുക്കാൻ പറ്റാതിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഐ ക്യാൻ ഡു സംതിങ് ബെറ്റർ എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ കാര്യം അത് 39 വയസ്സിലാണെങ്കിലും അപ്പോഴെങ്കിലും ഞാൻ ചെയ്തല്ലോ എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്നെക്കാളൊക്കെ വളരെ മുകളിലാണെന്ന് എനിക്കറിയാം. സോ അത് മാക്സിമം യൂസ് ചെയ്യുക. ഏജ് എന്നുള്ളത് സംടൈംസ് ഇറ്റ് മാറ്റേഴ്സ്, ബട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. നമ്മുടെ വസന്ത മാം ഒക്കെ എന്തൊരു എക്സാമ്പിളാണ്. മാം എന്തൊക്കെ ചെയ്യും അല്ലേ? ഓക്കെ ഫൈൻ. സോ നമുക്ക് അതുപോലെ തന്നെ സുധ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ട്. ടീച്ചർ പ്രിൻസിപ്പൾ ആണ് ഒരു സ്കൂളിലെ, ചെറിയ സ്കൂളിലാണ്. സുധ ടീച്ചർ 18th ബാച്ചിലാണ്. ഭയങ്കര പ്രകാശം പരത്തുന്ന ഒരു ടീച്ചറാണ് സുധ ടീച്ചർ. അങ്ങനെ നിങ്ങളിൽ ഓരോരുത്തരിലും ഉള്ളിലും പ്രകാശമുണ്ട്, അത് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകട്ടെ. ഓക്കെ, നമ്മൾ 4th യൂണിറ്റ് അല്ലെ. അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം പറയണം. അത് ഞാൻ കമ്പൽസറി എന്നൊന്നും പറയുന്നില്ല. നമ്മൾ ഈ ഒരു മെത്തേഡ് പഠിക്കുന്നത് കൊണ്ട് നമ്മൾക്കൊന്ന് അറിഞ്ഞിരിക്കാം. നിങ്ങൾക്ക് എഴുതി വെക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ലൈബ്രറി ഒന്ന് വൃത്തിയാക്കി, മോളാണ് ക്ലീൻ ചെയ്ത് തന്നെ. അപ്പോ കിട്ടിയൊരു ബുക്കായിരുന്നു. ഞാൻ മോണ്ടിസോറി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എഴുതിയൊരു ബുക്കായിരുന്നു. മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ നമുക്കൊരു സബ്ജക്ട് ഉണ്ട്. അതിന്റെ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ ബയോഗ്രഫി. അത് നമ്മൾ ഓൾറെഡി ആ 14 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യനിൽ വേൾഡ് ഫേമസ് ടീച്ചറിൽ ഡോക്ടർ മറിയ മോണ്ടിസോറി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് ചെയ്യണമെന്നില്ല. മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞില്ലേ, ഡോക്ടർ മോണ്ടിസോറിയുടെ ലൈഫിലെ മൈൽ സ്റ്റോൺസ്, അതാണ് നമ്മൾ എഴുതേണ്ടത്. അവരുടെ ഓരോരോ സ്റ്റേജ്, അവർ ജനിച്ചു തുടങ്ങി മരണം വരെയുള്ള ഓരോ സ്റ്റേജിലും അവർ ചെയ്ത കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ആ ഒരു ഇയർ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാം. അത് സബ്മിറ്റ് ചെയ്യാനോ നിർബന്ധമോ ഒന്നുമല്ല. ഇത് ചെയ്യണം ആഗ്രഹമുണ്ട്, ഇത് എനിക്ക് നല്ലതായിരിക്കും, എനിക്ക് കുറെ കൂടെ നന്നായിട്ട് ഡോക്ടർ മോണ്ടിസോറിയെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ ആ വർക്ക് ചെയ്താൽ മതി. കമ്പൽസറി അല്ല കേട്ടോ. അന്ന് എടുക്കട്ടെ കേട്ടോ. മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 2 അല്ല. ഒരു ക്വസ്റ്റ്യൻ ഡോക്ടർ മോണ്ടിസോറിയുടെ വർക്കുകൾ ഉണ്ട്, ബുക്ക്, അവർ എഴുതിയ ബുക്ക് അബ്സോർബന്റ് മൈൻഡ്, ഡിസ്കവറി ഓഫ് ചൈൽഡ്, അതിനെ കുറിച്ചൊക്കെ റിവ്യൂ എഴുതാനാണ്. ഡോക്ടർ മോണ്ടിസോറിയുടെ വർക്കുകൾ കേട്ടോ, വേറെ ആരുടെയല്ല. അത് ഞാൻ അബ്സോർബന്റ് മൈൻഡിനെ കുറിച്ച് ഞാൻ റിവ്യൂ എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡിസ്കവറി ഓഫ് ചൈൽഡ് ഉണ്ട്. അത് കൂടാതെ വേറൊരു ബുക്കും കൂടെ എനിക്ക് കിട്ടി, നോക്കി വന്നപ്പോ ഡോക്ടർ മോണ്ടിസോറീസ് ഓൺ ഹാൻഡ് ബുക്ക്. അവരുടെ തന്നെ എഴുതിയ ചില അത് ഇന്ത്യയിൽ വന്ന സമയത്ത് അവർ എഴുതിയതാണെന്ന് തോന്നുന്നു. എന്നിട്ട് അവരുടെ പേരിൽ തന്നെ നമ്മളുടെ നാട്ടിൽ അത് പബ്ലിഷ് ചെയ്തതാണ്. ഫോറിൻ ലാംഗ്വേജുകളിലേക്കൊക്കെ അത് പബ്ലിഷ് ചെയ്തത്, ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ അവര് ആളുകളുടെ കുറെ മോറൽ ഫാക്ടേഴ്സ്, കുട്ടികളുടെ രീതികള്, പിന്നെ ഈ മെറ്റീരിയൽസ് കൊടുക്കുന്നതും മ്യൂസിക്കൽ ഏരിയയിൽ കുട്ടികൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, മാത്തമാറ്റിക്കൽ മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ കുട്ടികൾ എങ്ങനെയൊക്കെയായിരുന്നു ചെയ്തത്, അങ്ങനെയുള്ള കുറച്ച് അവരുടെ ഒരു ഹാൻഡ് ബുക്ക് പോലെ, നമ്മൾ ഡയറി ഒക്കെ എഴുതില്ലേ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ചില കാര്യങ്ങൾ എഴുതി വെക്കുന്ന പോലെ, അങ്ങനെയുള്ള രീതിയിലാണ് അവർ എഴുതിയത്. നമ്മള് കളർ ടാബ്ലറ്റ്സിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞില്ലേ, റെഡ് കളർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ദിസ് ഈസ് റെഡ് എന്ന് പറഞ്ഞു, ദിസ് ഈസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളർ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തിക്ക് ആൻഡ് തിൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. തിക്കായിട്ടുള്ള മെറ്റീരിയലും തിന്നായിട്ടുള്ള മെറ്റീരിയലും കൊടുത്തിട്ട് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു തിക്കും തിന്നും. അത് കഴിഞ്ഞ് കുട്ടിയോട് ഗീവ് മീ ദ തിക്ക്, ഗീവ് മീ ദ തിൻ, അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ വാട്ട് ഇസ് ദിസ്, അപ്പൊ പ്രൊനൗൺസിയേഷൻ, അതിലൂടെ ലാംഗ്വേജ് അവരുടെ ഡെവലപ്പ് ചെയ്തത്. ലാർജ് സ്മോളസ്റ്റ്, അത് ദിസ് ഇസ് ലാർജ്, ദിസ് ഇസ് സ്മോൾ, വാട്ട് ഇസ് ഇറ്റ്, വാട്ട് ഇസ് ഇറ്റ്, അങ്ങനെ ഓരോന്ന് ടെൽ മീ നൈസ്ലി വാട്ട് ഇസ്, അങ്ങനെ ലാംഗ്വേജിന്റെ ഏരിയയിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവർ ചെയ്തത്. അവരൊരു ഡയറി പോലെ അവർ എക്സ്പീരിയൻസ് ചെയ്ത, കുട്ടികളുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് അവർ എഴുതി വെച്ചത്. വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ കാസാഡി മാമ്പിനിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്.
ഇതിന്റെ റേറ്റ് പക്ഷെ കാണുന്നില്ല, ചെറിയൊരു ബുക്കാണ്, ഓർമ്മയില്ല. വാങ്ങിയ സമയത്ത് വലിയ വില ഉണ്ടാവില്ല, കാരണം ഞാൻ വലിയ വിലയുള്ള ബുക്കൊന്നും ഞാൻ അങ്ങനെ വാങ്ങാറില്ല. വില കാണുന്നില്ല. നിയർലി ഒരു 200 താഴേക്ക് ആവാനേ ചാൻസ് ഉള്ളൂ. എന്റെ ഡോക്ടർ മോണ്ടിസോറിയുടെ 2 ബുക്കുകളുണ്ട്. ഇതും ഡിസ്കവറി ഓഫ് ദ ചൈൽഡ്. ഒരു ബുക്ക് റീഡിംഗ് ആൻഡ് റിവ്യൂ റൈറ്റിംഗ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അബ്സോർബൻ മൈൻഡ് ആണ് എഴുതിയത്. അബ്സോർബൻ മൈൻഡ് ഇന്ത്യയിൽ എവിടെയും കാണും. പിന്നെ ബയോഗ്രഫി എഴുതിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ. അത് നമ്മൾ ഓൾറെഡി നമ്മളുടെ ആ ഒരു അസൈൻമെന്റിൽ നമ്മൾ എഴുതുന്നുണ്ട്. പിന്നെ അത് ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്തായിരിക്കും എഴുതിയത്. പിന്നെ മെമ്മറബിൾ ഇയേഴ്സ് ഓഫ് ഡോക്ടർ മോണ്ടിസോറീസ് ലൈഫ്, അതാണ് ഞാൻ പറഞ്ഞ അസൈൻമെന്റ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എഴുതാം. അത് ഓരോ ഇയർ ആയിട്ട്, ഓരോ ഇയർ പീരീഡ് ഉണ്ടല്ലോ, അതില് ഓരോരോ പാരഗ്രാഫ് ആയിട്ടാണ് എഴുതിയത്. 1870 മറിയ മോണ്ടിസോറി ജനിച്ചതും ജനിച്ച സ്ഥലം, വർഷം, ആ ഡേറ്റ്, മന്ത് ഒക്കെ എഴുതി. പിന്നെ 83 തുടങ്ങി 96 വരെ, 1883 തുടങ്ങി 1896 വരെ മറിയ മോണ്ടിസോറിയുടെ വിദ്യാഭ്യാസ കാലഘട്ടമായിരുന്നു. എഡ്യൂക്കേഷൻ, 13ാമത്തെ വയസ്സിൽ സെക്കൻഡറി ടെക്നിക്കൽ സ്കൂളിൽ ജോയിൻ ആയി. വെരി ഗുഡ് ഇൻ അക്കാദമിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ മോണ്ടിസോറിയെ കുറിച്ച്. കുറെ റിവാർഡ്സ് അവർക്ക് കിട്ടി അക്കാദമിക് സമയത്ത്. പെൺകുട്ടികളെ അങ്ങനെ എത്ര എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളത് അന്നൊക്കെ റെയർ ആയിരുന്നു. ഈവൻ യൂറോപ്പിലാണെങ്കിൽ കൂടിയും 1890 അവർ ഗ്രാജുവേറ്റ് ചെയ്തു 20ാമത്തെ വയസ്സ്. മെഡിസിൻ പഠിക്കണം എന്ന് വിചാരിച്ചു ഇൻസ്റ്റെഡ് ഓഫ് എഞ്ചിനീയറിംഗ്. അവർ ടെക്നിക്കൽ ഇതിലായിരുന്നല്ലോ. എഞ്ചിനീയറിംഗിന് പകരം മെഡിസിൻ പഠിക്കാനായിട്ട് അവര് തീരുമാനിച്ചു. അങ്ങനെ അവര് 96 ഡോക്ടർ ഓഫ് മെഡിസിൻ ആയിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ 96 തുടങ്ങി 1901 ഒരു സൈക്യാട്രിക് ക്ലിനിക്കിലെ ഒരു വോളണ്ടിയർ അസിസ്റ്റന്റ് ആയിരുന്നു. സൈക്യാട്രി ക്ലിനിക്കില്. ഈ ഒരു പീരീഡില് കുട്ടികളുടെ എഡ്യൂക്കേഷനെ കുറിച്ച് അവർ ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്തു. ആ ഒരു സമയത്താണ് അവരുടെ മകൻ ജനിക്കുന്നത്, മറിയോ മോണ്ടിസോറി. 1890 മകൻ ജനിക്കുന്നു. അപ്പോ സ്വന്തം കുട്ടിയുണ്ട്. അപ്പൊ പല പല കുട്ടികളിലെ മാറ്റങ്ങൾ അവർക്ക് കുറച്ചുകൂടെ അടുത്ത് ഒബ്സർവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. മാരേജ് ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഫ്രണ്ടുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. അങ്ങനെയാണ് ഈ മറിയോ മോണ്ടിസോറി ജനിക്കുന്നത്. ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്തു ആ ഒരു സമയത്ത്. പിന്നെ 1901, 1906 ആ ഒരു സമയത്ത് ഒരു സ്കൂളിൽ വർക്ക് ചെയ്തു. പിന്നെ ഫർദർ സ്റ്റഡീസിന് പോയി യൂണിവേഴ്സിറ്റിയില്. ഫിലോസഫി ചെയ്തു. 2 ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തു ഈ എഡ്യൂക്കേഷൻ മെത്തേഡിനെ കുറിച്ചിട്ട്. പിന്നെ അവർക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ അവർ പ്രൊഫസറായിട്ട് അവർക്ക് ജോലി കിട്ടി. ആ ഒരു സമയത്താണ് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾസ് ഓർഗനൈസ് ചെയ്യാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് അതോറിറ്റീസ്. 1906, 1915 ആ കാലഘട്ടത്തിൽ 1907 ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു കാസാഡി ബാബിനി. 1909 ടീച്ചേഴ്സിന് അവർ ട്രെയിനിങ് കോഴ്സ് കൊടുക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് അവർ ലോകം മുഴുവനും യാത്ര ചെയ്തു. 1915 to 1940 ആ സമയത്ത് അവരുടെ ഫെയിം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി, അവരെ പോപ്പുലർ ആവാൻ തുടങ്ങി ഓൾ ഓവർ ദ വേൾഡ്. ഇറ്റലിയിലെ ഒരു സ്കൂളിലെ ഗവൺമെന്റ് ഇൻസ്പെക്ടർ ആയിട്ട് 1920 അവരെ അപ്പോയിന്റ് ചെയ്തു. ഈ ഒരു പീരീഡില് ലോകം മുഴുവൻ അവർ സഞ്ചരിച്ചു. അവര് ക്ലാസ്സുകൾ എടുത്തു, പ്രസന്റേഷൻസ് നടത്തി. ഇന്ത്യയിൽ അവർ വരുന്നത് 1939, നമ്മളപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല. ഗാന്ധിജിയുമായിട്ട് അവർ മീറ്റ് ചെയ്തു. 1939 ഇന്ത്യ വിസിറ്റ് ചെയ്തു. 1940 തുടങ്ങി 1952 വരെ അവര് ക്ലാസ്സസ് കൂടുതലായിട്ട് എടുക്കാൻ തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി അവരുടെ മെത്തേഡ് കൂടുതൽ പേരിലേക്ക് എത്താം. ശ്രീലങ്കയിലൊക്കെ ഒരു ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും കോഴ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവര് കുറെ ലെക്ചേഴ്സ് ഇവര് പലയിടത്തുമായിട്ട് പ്രസന്റേഷൻസ് ചെയ്യുന്നല്ലോ പറഞ്ഞല്ലോ. അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് 1949 ഒരു ബുക്കായിട്ട് ഇറങ്ങി. വാട്ട് യു ഷുഡ് നോ അബൌട്ട് യുവർ ചൈൽഡ്, അതായിരുന്നു ബുക്കിന്റെ പേര്. 1945 ഓൾ ഇന്ത്യ മോണ്ടിസോറി കോൺഫറൻസ്, അവര് ഇന്ത്യയിലെ മോണ്ടിസോറി കോൺഫറൻസ് ജയ്പൂർ വെച്ച് അറ്റൻഡ് ചെയ്യുകയാണ്. 46 യൂറോപ്പിലേക്ക് അവർ തിരിച്ചു വന്നു. ഒരു ഇന്ത്യയിൽ കൂടുതൽ കാലം സ്പെൻഡ് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞിരുന്നതാണ് എൻ്റെ ഓർമ്മ. കാരണം ഹിറ്റ്ലറും മുസോളിനിയും
ഇറ്റലിയിലും ജർമ്മനിയിലും ഇത് ബാൻ ചെയ്തു. മോണ്ടിസോറി സ്കൂളുകൾ അടച്ചു, ക്ലോസ് ചെയ്തു. അങ്ങനെയൊക്കെ വന്നപ്പോൾ അങ്ങനെയാണ് അവർ ഏഷ്യൻ കൺട്രീസിലേക്ക് അവർ വരാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ കൂടുതൽ സമയം അവരുണ്ടായത്. തിരിച്ച് ഫാമിലി ഉണ്ടായിരുന്നു, തിരിച്ചവർ യൂറോപ്പിലേക്ക് തന്നെ പോയി. ആ സമയമായപ്പോഴേക്കും ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും പതനം. വീണ്ടും ആ ഒരു മെത്തേഡ് അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പലയിടങ്ങളിലും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കോഴ്സുകളും കൊടുത്തു. ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് അത് 1948 പബ്ലിഷ് ചെയ്തത്. എൻ്റെ കയ്യിൽ ഒരു കോപ്പി ഉണ്ട്. പാകിസ്ഥാനിലും അവര് മോണ്ടിസോറി പാകിസ്ഥാൻ അസോസിയേഷൻ അതും ഫൗണ്ട് ചെയ്തു. പിന്നെ നോമിനേഷൻസ് പലതവണ വന്നു നോബൽ പ്രൈസിന്, നോബൽ പീസ് പ്രൈസ്, പീസിനുള്ള നോബൽ പ്രൈസ്. കാരണം അവരുടെ ഉദ്ദേശം പീസ് ആൻഡ് ഹാർമണി ആയിരുന്നു. ലോകം മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും ആ രീതിയിൽ നിറഞ്ഞു നിൽക്കണം എന്നായിരുന്നു പറയാം മോണ്ടിസോറിയുടെ എയിം എന്ന് പറയുന്നത്. 51 9th ഇന്റർനാഷണൽ മോണ്ടിസോറി കോൺഗ്രസ്, അതാണ് അവരുടെ ലാസ്റ്റ് ഒരു മെയിൻ ആയിട്ടുള്ള അവര് അറ്റൻഡ് ചെയ്തൊരു ഫംഗ്ഷൻ. 9th ഇന്റർനാഷണൽ കോൺഗ്രസ് ലണ്ടനിൽ വെച്ചിട്ട്, നെതർലാൻഡ്സിൽ വെച്ചായിരുന്നു അവരുടെ ഡെത്ത്. 1952 അറ്റ് ദ ഏജ് ഓഫ് 82. അപ്പൊ അത്രയും വർഷക്കാലം പഠിത്തം വളരെ നന്നായി ചെയ്തു. ആ എഡ്യൂക്കേഷന് ശേഷം അവര് വെറുതെ ഇരുന്നില്ല, അവര് ശരിക്കും നല്ല പോലെ വർക്ക് ചെയ്തു ടിൽ അവരുടെ ഡെത്ത് വരെ. നമ്മളും വൈകിട്ടില്ല പറയും. പിന്നെ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് അങ്ങനെ ഒരു ബുക്കും ഉണ്ട് ഡോക്ടർ മോണ്ടിസോറിയുടെ. അപ്പം അത് ബുക്ക് റീഡിങ് ആൻഡ് റിവ്യൂ റൈറ്റിംഗിൽ അതും എഴുതിയിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ എല്ലാ ബുക്കും ഇല്ലാത്തതാണ് ഞാൻ ഇതുപോലെ ഗൂഗിൾ സെർച്ച് ചെയ്ത് റിവ്യൂ ഒക്കെ നോക്കി കമന്റ്സ് ഒക്കെ നോക്കി അങ്ങനെ എഴുതിയതാണ്. ആകെ 2 ബുക്കേ ഉള്ളൂ. ഉണ്ടോ എനിക്കൊരു സംശയം, ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മൈൽ സ്റ്റോൺസ് ഡോക്ടർ മോണ്ടിസോറിയുടെ ലൈഫിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ വരുന്ന കാര്യം എഴുതി വെക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് എഴുതും. എന്തോ ടൈം ലൈൻ പോലെ ചെയ്താൽ മതി. മെമ്മറബിൾ ഇയേഴ്സ് ഓഫ് ഡോക്ടർ മോണ്ടിസോറിസ് ലൈഫ് എന്നാണ് ഞാൻ ഹെഡിങ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ചെയ്യാം. ഇത് അസൈൻമെന്റ് ബുക്കിൽ ചെയ്താൽ മതിയോ ചെയ്യണമെങ്കിൽ? മതി. ഇത് സബ്മിറ്റ് ചെയ്യാനുള്ളതല്ല സജന. നമ്മൾക്ക് ഡോക്ടർ മോണ്ടിസോറി ആരാന്ന് അറിയണല്ലേ. ഞാൻ പലപ്പോഴും എനിക്ക് ഭയങ്കര വിഷമകരമായൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് പലരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം റെക്കോർഡ് കറക്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോഴേക്കും മോണ്ടിസോറി അപ്പാരറ്റസ് ബുക്ക്, മോണ്ടിസോറിയുടെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റ്, അത് കാണുമ്പോൾ ആകെ ഒരു വിഷമം വരും. ഡോക്ടർ മറിയം മോണ്ടിസോറി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ മോണ്ടിസോറി, അങ്ങനെ ഒരാളുണ്ടെന്നുള്ളത് തന്നെ നമ്മൾ ഇതിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴൊക്കെ അറിഞ്ഞത്. അപ്പൊ ആളെ കുറിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അത്രയും വളരെ എന്താ പറയാ, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു ഡോക്ടർ മറിയം മോണ്ടിസോറി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇത് സബ്മിറ്റ് ചെയ്യാനോ ഇതിന് മാർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഡോക്ടർ മോണ്ടിസോറിയെ നമ്മളൊന്ന് അറിയണം. അവരുടെ ബുക്കുകളെ കുറിച്ചും അവരുടെ വർക്കുകളെ കുറിച്ചും ഒക്കെ നമുക്ക് അറിയാൻ പറ്റിയാൽ അത്രയും നല്ലത്. വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഈ മെമ്മറബിൾ ഇയേഴ്സ് ഓഫ് ഡോക്ടർ മോണ്ടിസോറിസ് ലൈഫ് നാളെ നമ്മൾ അടുത്ത ബുക്കിൽ എഴുതും. മെമ്മറബിൾ ഇയേഴ്സ് ഓഫ് സജ്ന, മെമ്മറബിൾ ഇയേഴ്സ് ഓഫ് ശ്രുതി, അസീന എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, 4th യൂണിറ്റ് അല്ലേ, കൺസ്ട്രക്ഷൻ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഓൾറെഡി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഖത്തറിലാണ് ഹസ്ബൻഡ് ഉള്ളതല്ലോ, അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ഡേ കെയർ തുടങ്ങാൻ പറ്റുമോ മാം? നമ്മളിത് പഠിച്ചാൽ തീർച്ചയായിട്ടും. പിന്നെന്താ, നമുക്ക് അതിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടല്ലോ അല്ലേ? അവിടുന്ന് ലൈസൻസ് ഒക്കെ കിട്ടണ്ടേ നമുക്ക് അവിടുന്ന് ഗവൺമെന്റ് എന്നുള്ള? നമ്മളുടെ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അംഗീകരിച്ച ഒരു കോഴ്സ് നമ്മൾ ചെയ്യണമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ അവിടെ കുട്ടികൾ കൺട്രീസിലെല്ലാം കുട്ടികൾ ചെയ്യുന്നത് വീട്ടിൽ അവർ ചെയ്യുന്നുണ്ട് ഓൾറെഡി. എന്നിട്ട് അവർ ഈ കോഴ്സ് ചെയ്യുക. അപ്പൊ സർട്ടിഫിക്കറ്റും കൂടെ കിട്ടുമ്പോഴേക്കും അവര് സേഫ് ആയി. മറ്റേത് വീട്ടിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കള്, പരിചയമുള്ളവരുടെ, അങ്ങനെ അല്ലേ? അപ്പൊ അങ്ങനെയാണ് അവരുടെ സ്വന്തം വീടിനകത്ത് അവര് ചെയ്യുന്നുണ്ട്. 17-20 മക്കളൊക്കെ വരുന്നുണ്ടെന്നാ പറയുന്നത് എന്നോട്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു അവിടെ നല്ല നമുക്ക് ഒരു കുട്ടിക്കൊക്കെ നല്ല റേറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ലൊരു ബിസിനസ് ആക്കാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിത് ആഗ്രഹമുണ്ട്, ദൈവം അനുവദിക്കുകയാണെങ്കിൽ എക്സാം പാസ് ആവാല് ചെയ്യണം എന്നുണ്ട്. തീർച്ചയായിട്ടും പാസ് ആവും. അത് മാത്രല്ല, നമ്മൾ ചെയ്യുന്ന ഒരു ഡിവൈൻ ആക്ടിവിറ്റി അല്ലേ അത്. എത്രയോ പാരന്റ്സിന് സമാധാനമായി മക്കളെ വെച്ചിട്ട് പോവാം.
എനിക്കൊന്ന് മാനേജ് ചെയ്താനേ പറ്റുള്ളൂ. കാരണം എന്റെ ആരോഗ്യം അതിനെ ചിലപ്പോ സമ്മതിച്ചെന്ന് വരില്ല. അപ്പൊ ആരെങ്കിലും ഒരാളെ നിർത്തിയിട്ട് നമുക്ക് ചെയ്യിക്കുകയാണെങ്കിൽ കൂടെ വേണം. കാരണം വെച്ചാൽ നമുക്ക് റെസ്റ്റ് വേണം പലപ്പോഴും. ഈവൻ നമ്മൾ ഈ ഒരു മെത്തേഡാണ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് ഒരാളുടെയും കൂടെ സഹായം ഇല്ലാതെ പറ്റില്ല. അതാണ്. അപ്പൊ ആരെങ്കിലും ഒരാളെയും കൂടി അങ്ങോട്ട് എടുക്കുകയാണ്. അങ്ങനെ ആഗ്രഹമുണ്ട് മാം. വെരി ഗുഡ്. സ്വപ്നം കാണുന്നതിന് ആരുടെ അവകാശം അനുവാദം വേണ്ടല്ലോ അല്ലേ? സ്വപ്നങ്ങൾ കണ്ടാണല്ലോ യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്നല്ലേ മാം? തീർച്ചയായിട്ടും. അത് കണ്ണ് തുറന്ന് കാണുന്ന സ്വപ്നങ്ങൾ. അതെ അതെ. താങ്ക് യു മാം. നാട്ടിൽ അത്രയും ഒരു ഈ ഡേ കെയറിന് അത്രയും ഒരു ഇത് വരില്ല. അല്ലെങ്കിൽ അതുപോലുള്ള സെന്ററിൽ നമ്മൾ ചെയ്യണം. നമ്മുടെ വീട് അതുപോലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ബുദ്ധിമുട്ടാണ്. എറണാകുളത്തിന് സൈഡൊക്കെയാണ്, ആലുവ എറണാകുളം സൈഡൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു മാം. ഞാൻ ഇത്തിരി ഉള്ളിലോട്ട് ഗ്രാമത്തിലാണല്ലോ. അതെ. കാരണം അങ്ങനെയൊക്കെ വരുമ്പോ അവിടെ അംഗൻവാടികളുണ്ട്. ആൾക്കാർ അംഗൻവാടിയിൽ ചെയ്യും. പിന്നെ ആളുകളുടെ ഫിനാൻഷ്യൽ ഒരു ലെവലും ഒക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ ഒരു റിമോട്ട് ഏരിയയിലൊന്നും നമുക്ക് വലിയ രീതിയിൽ ഒരു മോണ്ടസോറി അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഹസ്ബൻഡ് പറഞ്ഞു അവിടെ നല്ല നല്ല ചാൻസ്, നല്ല പിള്ളേരെ ഒത്തിരി പേരെ കിട്ടേ. എല്ലാവരും ജോലിക്കാരായിരിക്കുമല്ലോ. അപ്പൊ പിന്നെ ഇത്തിരി റിസ്ക് ആണ്. നമ്മൾ കുഞ്ഞു പിള്ളേരെ നോക്കുമ്പോ ഇത്തിരി റിസ്ക് ആണ്. എന്നാലും ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അത് ചെയ്യണമെന്നുണ്ട്. നിങ്ങളെല്ലാരും അവിടെ ആവുമ്പോ പ്രശ്നമില്ല. മറ്റേത് നാട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴാണ് നമുക്കത് ആരെ ഏൽപ്പിച്ചു പോകണം അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ. പിന്നെ അതിന്റെ കൂടെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ചിലര് ഡ്രോയിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡ്രോയിങ്, ഡാൻസ് ഒക്കെ അങ്ങനെയൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നന്നാണ്. നമ്മളുടെ പറവൂരൊരു കുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും ഇൻകം ആവശ്യമുള്ള ഒരു കുട്ടിയായിരുന്നു. ഹസ്ബൻഡിന് ആക്സിഡന്റ് വന്ന്, ഡ്രൈവറായിരുന്നു, ആക്സിഡന്റ് വന്ന് വല്ലാണ്ട് ബുദ്ധിമുട്ടിയ ആ ഒരു സമയത്ത് അത് ഫസ്റ്റ് ബാച്ചിലായിരുന്നു. എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു നല്ലൊരു ജോലി ചെയ്യണം, ഏൺ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. പക്ഷെ എന്റെ സിറ്റുവേഷൻ അതിനെ സമ്മതിച്ചില്ല. കുട്ടികളെ വളർത്തൽ, പിന്നെ പ്രശ്നങ്ങൾ, അങ്ങനെ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് സമയം കൂടി ഉള്ളൂ. എനിക്കിപ്പോ 51 ആയി. എന്നാലും എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് ദൈവം അനുഗ്രഹിക്കുകയും എനിക്ക് ചെയ്യണം എന്നുണ്ട്. തീർച്ചയായിട്ടും. താങ്ക് യു. ഷെയർ ചെയ്യട്ടെ, ഞാനിവിടെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളോട് ഷെയർ ചെയ്യുന്നത് നോക്കി ഞങ്ങൾ ഇരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയിട്ട് മാമടെ. എവരിബഡി ഹാസ് പൊട്ടൻഷ്യൽ. എല്ലാവർക്കും ഉണ്ട്. ചിലര് ചിലപ്പോ ഷെയർ ചെയ്യാൻ പറ്റാത്ത റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണുന്നവർക്ക് കുറെ നമ്മളോട് ഇതുപോലെ ഷെയർ ചെയ്യാനുണ്ടാവുമായിരിക്കും. പറ്റാത്ത. ഓക്കെ, താങ്ക് യു മാം. സോ യൂണിറ്റ് 4 എവിടെ വരെയായി? യൂണിറ്റ് 4 എന്ന് ഷെയർ ചെയ്യാം. മാം യൂണിറ്റ് 4 കഴിഞ്ഞോ? അങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ തന്നതല്ലേ. അപ്പൊ നമ്മളിനി 10 ആണോ എടുക്കണ്ടേ? ആ മാം 10ന്റെ മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മാം പറഞ്ഞു ക്ലാസ് എടുത്തിട്ട് ചെയ്താൽ മതി. യെസ്. 10 ലെസൺ ആരെങ്കിലും വായിച്ചു നോക്കിയോ? വായിച്ചാ മനസ്സിലാകാൻ പാടാം. ഒന്ന് 2 ക്ലാസ് കൊണ്ട് നമ്മളുടെ സെഷൻ തീരുവരും. കൂടി വന്ന 3. അതോടുകൂടി കഴിഞ്ഞു എന്റെ ക്ലാസ്സസ്. പിന്നെ PG കാണും. നമുക്ക് റിവിഷൻ ഉണ്ടോ മാം? റിവിഷൻ സെഷൻ ഞാൻ ഈവനിങ് ആയിരിക്കും വെക്കുന്നത്. ഈവനിങ് ആണല്ലോ. എല്ലാവർക്കും കേറാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചത്. റെക്കോർഡ് ക്ലാസ് കാണുന്നവരും വർക്കിംഗ് ആയവർക്കൊക്കെ അപ്പം നിങ്ങൾ ഗ്രൂപ്പിലൊന്ന് പറഞ്ഞാൽ മതി. റിവിഷൻ ആകുമ്പോ എല്ലാരും അതൊന്ന് കാണാൻ നോക്കണം. കാരണം എന്ന് വെച്ചാല് ഫുള്ള് റെക്കോർഡ് ക്ലാസ് പെൻഡിങ് ആയിട്ട് അത് കാണാനായിട്ട് പറ്റാണ്ട് വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്ക് എത്തും. അപ്പൊ അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കുറെ പേര് എന്നോട് അത് പറഞ്ഞിട്ടുണ്ട് റിവിഷൻ കാര്യത്തിൽ. ഞാൻ ആദ്യം പാർട്ട് 4 മാത്രമാണ് റിവിഷൻ എടുക്കാത്തത്. ബാക്കി എല്ലാ ടോപ്പിക്കും ഞാൻ കവർ ചെയ്ത് പോകും. മെയിൻലി പാർട്ട് 3 ആയിരിക്കും. ഓക്കെ, സോ സെൽഫ് കൺസ്ട്രക്ഷൻ.
നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ ബട്ടർഫ്ലൈയുടെ മെറ്റാമോർഫിസിസ്, ശലഭ പരിണാമം, അങ്ങനെയല്ലേ മലയാളത്തിലായിട്ട് പറയുന്നത്, പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം നമുക്ക് ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു ആ ഒരു ഏജില്. ഭയങ്കര കൗതുകമായിരുന്നു എങ്ങനെയാണ് ഒരു പുഴു ഒരു ബട്ടർഫ്ലൈ ആയിട്ട് എങ്ങനെ മാറുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു കൗതുകമായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു ഫൗണ്ടേഷൻ നിലവിലുണ്ട്, ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ അവരുടെ കുറെ ക്ലാസ്സസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ ബട്ടർഫ്ലൈ ഫൗണ്ടേഷന്റെ ബട്ടർഫ്ലൈ എഫക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കുട്ടികളിലാണ്, സ്കൂൾ കുട്ടികളിൽ. അതായത് ഒരു 5th സ്റ്റാൻഡേർഡ് തുടങ്ങി മുകളിലേക്കുള്ള കുട്ടികളിൽ അത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഭയങ്കര ഒരു പരിണാമമാണ്, മാറ്റമാണ് കുട്ടികളിൽ വരുന്നത്. ഒരു ഇവല്യൂഷൻ എന്ന് തന്നെ പറയും, നല്ലൊരു മാറ്റം കുട്ടികളിൽ വരാറുണ്ട്. അതായത് അതിലൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഴു പൂമ്പാറ്റയാവുകയാണല്ലോ. അപ്പൊ പുഴു പ്രവണതകൾ മാറി പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള നമ്മളുടെ പ്രശ്നങ്ങൾ മാറിയിട്ട് ഈ പോസിറ്റീവായിട്ട് മാറും. അപ്പൊ അങ്ങനെ ഈ പൂമ്പാറ്റയായിട്ട് ഭയങ്കരമായി പറന്ന് നടക്കും. അപ്പൊ എന്റെ ഒരു സാറ് അതിൽ ഫൗണ്ടേഷനിൽ ഒരു സാറിന് ഈ കൺസെപ്റ്റിനോട് ഇച്ചിരി ഒരു ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു. സാർ എന്നോട് ചോദിക്കുമായിരുന്നു, ജിഷ അതെങ്ങനെ സാധ്യമാവും, ഈ പൂമ്പാറ്റയ്ക്ക് അധികം ആയുസില്ലല്ലോ എന്ന്. സാറ് പറയും പെട്ടെന്ന് ചത്തുപോകില്ലേ. അപ്പൊ ശരിക്കും അതിന്റെ ഏജ് സ്പാൻ അല്ല അവിടെ പറയുന്നത്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് പറയുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഈവൻ പൂമ്പാറ്റ, ചിത്രശലഭം, ആ ഒരു ബട്ടർഫ്ലൈ, അതിന്റെ ജീവൻ അധിക സമയം ഇല്ലെങ്കിൽ കൂടിയും അതാ ലൈഫ്, അത് പറന്നു കഴിഞ്ഞ ഉടനെ ജോലി തുടങ്ങുക. ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക് പോയി അങ്ങനെ പോയി പ്ലാന്റ്സില് റീപ്രൊഡക്ഷൻ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആളല്ലേ ഈ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ബട്ടർഫ്ലൈ തേൻ കുടിക്കുവാണ് അതുപോലെ, പക്ഷെ ആ ഒരു റീപ്രൊഡക്ഷൻ പ്ലാന്റ്സിൽ നടക്കുന്നത് ഈ ബട്ടർഫ്ലൈയുടെ അതിനുള്ള ഒരു സപ്പോർട്ട് ബട്ടർഫ്ലൈയിൽ ഉണ്ട്. സാർ അങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചു. എനിവേ നമ്മളിവിടെ ആ ഒരു ബട്ടർഫ്ലൈയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു മെറ്റാമോർഫിസിസ്, അതിനെയാണ് നമ്മുടെ ഡോക്ടർ മറിയാം മോണ്ടിസോറി കുട്ടികളിലെ ആ ഒരു ചേഞ്ച് ആയിട്ട് പറയുന്നത്. അത് ഓൾറെഡി സെൽഫ് കൺസ്ട്രക്ഷനിലെ കാര്യമാണ്. അപ്പൊ ഇത് പറയുന്ന സമയത്ത് ഡോക്ടർ മോണ്ടിസോറി ടേംസിന്റെ ഈ കുറെ ടേംസ് മോണ്ടിസോറിയിൽ ഡോക്ടർ യൂസ് ചെയ്തിരുന്നു. ടേംസ് മാത്രമല്ല ഇൻസിഡൻസും യൂസ് ചെയ്തു. അങ്ങനെ ഒന്നാണ് ഈ ബട്ടർഫ്ലൈയുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു മെറ്റമോർഫിസിസ് പറഞ്ഞത്. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഡോക്ടർ മോണ്ടിസോറി ഈ ടേംസ് യൂസ് ചെയ്തത്, ഈ മോണ്ടിസോറി മെത്തേഡില് കുറെ ചേഞ്ചസ് കുട്ടികളുടെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് വെച്ചിട്ടാണ് ടേംസ് യൂസ് ചെയ്തത്. പക്ഷെ അവര് കടമെടുത്ത ടേംസ് എല്ലാം തന്നെ ഫിസിക്സ്, ബയോളജി, അങ്ങനെ പലതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മളുടെ ഈ ലെസൺസിൽ അതെല്ലാം വെറുതെ വാരി വലിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ബയോളജിയിൽ അതെന്താണ്, ഫിസിക്സിൽ അതെന്താണ് എന്നുള്ളത്, അതിനെക്കുറിച്ചൊരു ജനറൽ കൺസെപ്റ്റ് നമുക്ക് കിട്ടിയാൽ മതി. പക്ഷെ അത് കുറെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലെസന്റെ കണ്ടന്റ് നമുക്ക് വായിക്കുമ്പോൾ പിടികിട്ടാത്തത്. കാരണം ഫിസിക്സിൽ എന്താണ് ഹോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബയോളജിയിൽ എന്താണ് നെബുല എന്ന് പറയുന്നത്, ഫിസിക്സിൽ എന്താണ് നെബുല എന്ന് പറയുന്നത്, നീമി എന്ന് പറയുന്നത് എന്താണ്. അപ്പൊ അങ്ങനെ ഇവർ കടമെടുക്കുക, പല ലാംഗ്വേജിൽ നിന്നും പല സബ്ജക്റ്റിൽ നിന്നും ഓരോ ടേം കടമെടുത്തിട്ട് ഇവർ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം. ഓക്കെ, സോ ആരാണ് റീഡ് ചെയ്യാം? ഫസ്റ്റ് അഡാപ്റ്റേഷനും ഡെവലപ്മെന്റും ഒന്ന് റീഡ് ചെയ്തോളൂ. ഓൾറെഡി നിങ്ങൾ ഡെവലപ്മെന്റിന്റെ ഒരു സബ്ജക്ട് തന്നെ പഠിച്ചു, അതിലെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ടേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ പഠിച്ചല്ലേ ചൈൽഡ് ഡെവലപ്മെന്റ്, അതിൽ തന്നെ നമ്മൾ പല ഏരിയാസിലൂടെ നമ്മൾ പോയി. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ, ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റിൽ നടക്കുന്ന മാറ്റങ്ങൾ, സോഷ്യലൈസ് ചെയ്യുന്നത്, ഇമോഷണൽ ആയിട്ടുള്ള ചേഞ്ചസ്, ബുദ്ധിപരമായിട്ടുള്ളത്, കോഗ്നിറ്റീവ്, അത് പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്, പിന്നെ ഫിസിക്കൽ, ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, ആ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്, മൂവ്മെന്റിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്, ഇത്രയും ഡെവലപ്മെന്റിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏത് ഡെവലപ്മെന്റ് ലോ ആവുമ്പോഴാണ് ബാക്കി എല്ലാത്തിനെയും ബാധിക്കുന്നത്? ഏത് ഡെവലപ്മെന്റ് ലോ ആണെങ്കിലാണ് ബാക്കി എല്ലാ ഡെവലപ്മെന്റിനും അത് ബാധിക്കുന്നത്? മെന്റൽ ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ്, അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബുദ്ധിയുടെ ഡെവലപ്മെന്റ് ലോ ആണെങ്കിൽ ആ കുട്ടിയുടെ മാനറിസത്തിൽ വ്യത്യാസം ഉണ്ടാവും, ലാംഗ്വേജ് ലോ ആയിരിക്കും, സോഷ്യലൈസ് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടാവും, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടാവും, മസിൽ മൂവ്മെന്റ്സ് വ്യത്യാസം ഉണ്ടാവും. ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും.
ആ കുട്ടിയുടെ ഭാഷ പ്രശ്നമായിരിക്കും, ആ കുട്ടി സോഷ്യലൈസ് ചെയ്യില്ല. പ്രത്യേകിച്ച് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം, അവര് ഒരിക്കലും പീർ ഗ്രൂപ്പുമായിട്ട് merge ആവില്ല. അവർക്ക് പ്രായമായ ആളുകളുമായിട്ടാണ് അവർ കൂടുതൽ merge ആവുന്നത്. കണ്ടിട്ടൊരു ഒബ്സർവേഷനിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. അങ്ങനെയായിട്ടായിരിക്കും അവർക്ക് merge ആവുന്നത്. പിന്നെ അവർക്ക് റിലേഷൻസ് മനസ്സിലാക്കാൻ പാടായിരിക്കും, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അറിയില്ല. ദുഃഖം അങ്ങനെയുള്ള, ഇപ്പൊ ഒരാള് അവരുടെ ഫാമിലി മെമ്പർ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ they will ask every time എവിടെ പോയി എന്നുള്ളത്. ആളെ കാണുന്നില്ലല്ലോ, എവിടെ പോയി, മരിച്ചുപോയി, ആളില്ല എന്ന് പറയുമ്പോൾ അപ്പൊ ജസ്റ്റ് അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ അവർ വീണ്ടും അത് തന്നെ ചോദിക്കും. അവർക്ക് ഇമോഷൻസ് അതറിയില്ല. ആള് മരിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ആ ദുഃഖം ഒന്ന് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇവർക്ക് അത് അറിയില്ല. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരാളെ വേദനിപ്പിച്ചാൽ അവർക്ക് അത് അവരെ ഹേർട്ട് ആവും ഒന്നും അവർക്കറിയില്ല. മാനസികമായിട്ടാണെങ്കിൽ ശാരീരികമായിട്ട്. നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ലോ ആണെങ്കിൽ അത് നമ്മളുടെ ബാക്കിയുള്ള എല്ലാ ഡെവലപ്മെന്റുകളും ബാധിക്കും. കാണുകയാണ്. ഓക്കെ, ഫസ്റ്റ് അഡാപ്റ്റേഷനും ഡെവലപ്മെന്റും ഒന്ന് വായിക്കാമോ? Adaptation. The process of the responses of the individual to the environment. This process results in the individual's development of himself. For living beings, correctly adapted is very important. Without proper adaptation, grave physical and physiological difficulties will arise. All parts of the individual's psyche must be properly adapted to his environment. An adapted person has had congenial and appropriate development. Next, development. The process by which each being is brought from notion to adulthood. First on a physical, then on physiological level, each person's development is due to a senseless power. Each person is guided, even pushed towards development by a basic force. The philosopher Bergson called his force elan vitale. Dr. Maria Montessori used a term borrowed from philosopher Sir Percy Nunn-Home. This is from the Greek opio, life. This force in Montessori's thought is similar to the force that is pushing or driving the entire world towards its teleological end in the philosophy of the French Jesuit Pierre Teilhard de Chardin. Home is assisted in its work by another force named memory. പേരൊക്കെ കറക്റ്റ് ആണ്. യെസ്, എനിക്കും പ്രത്യേകിച്ച് ആളുകളുടെ പേരുകൾ എന്റെ പ്രൊനൗൺസിയേഷൻ വളരെ മോശമാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് പലതും ഗ്രീക്ക് വേർഡ്, ഫ്രഞ്ച് വേർഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിലെ ഒരു പ്രൊനൗൺസിയേഷൻ ഒക്കെ നമുക്ക് ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിവേ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റിൽ, അതായത് നിങ്ങൾ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനെസ് പഠിച്ചപ്പോൾ, വെൽനെസ് ഞാനാണോ ചാപ്റ്റർ എടുത്തേ? വെൽനെസ് നമ്മൾ ഇത്തിരി എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞില്ലേ? കൺസെപ്റ്റ് ഓഫ് വെൽനെസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അതിൽ നമ്മള് ഇമോഷണൽ വെൽനെസ് പറഞ്ഞിരുന്നു അല്ലെ? എന്തായിരുന്നു ഇമോഷണൽ വെൽനെസ്? അതെ, ഇമോഷണലി ബാലൻസ്. അതെ അതെ, നമുക്ക് വരുന്ന ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ആണ്, അല്ലാണ്ട് എപ്പോഴും ഭയങ്കര സന്തോഷത്തിന്റെ പീക്കിലൊന്നും അല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പ് ആൻഡ് ഡൗൺസ് വരും. പക്ഷെ നമ്മൾ ആ വരുന്നതിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കും. ദാറ്റ് ഈസ് അവർ ഇമോഷണൽ വെൽനെസ്. അതായത് സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുന്നു, കോമ്പാറ്റബിൾ ആകുന്നു അല്ലെ? ആ ഒരു സാഹചര്യവുമായിട്ട് നമ്മൾ യോജിച്ചു പോകുന്നു, പൊരുത്തപ്പെടുന്നു. ആ ഒരു പാരഗ്രാഫിൽ അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്നും പറയൂ കേട്ടോ. അതിന്റെ പാരഗ്രാഫിൽ ലാസ്റ്റ് ഒരു സെന്റൻസ് വരുന്നുണ്ട്. ആൻ അഡാപ്റ്റഡ് പേഴ്സൺ ഹാസ് ഹാർഡ് കൺജീനിയൽ ആൻഡ് അപ്രോപ്രിയേറ്റ് ഡെവലപ്മെന്റ്. കൺജീനിയൽ എന്ന് പറഞ്ഞാൽ കോമ്പാറ്റബിൾ അല്ലെങ്കിൽ സ്യൂട്ടബിൾ, അതാണ് ഒരു മീനിങ് വരുന്നത്. അപ്പോ നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ നമ്മൾ പല ആളുകളുമായിട്ട് പല ഏരിയ പ്ലേസുമായിട്ട് കണക്ട് ചെയ്ത് പോവേണ്ടതായിട്ടുണ്ടല്ലേ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന്
ഇവിടവുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ട് പോകേണ്ടി വരുന്നുള്ളത് അല്ലെ. അപ്പൊ അതൊരു അഡാപ്ഷൻ ആണ്. നമ്മൾ ആ ഒരു വിർച്വൽ എൻവിയോൺമെന്റ്, നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നു, ഞാൻ ലേറ്റ് ആയി വരുന്നു, എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നു, നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു. ഒരാള് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ മ്യൂട്ട് ചെയ്തിട്ട് അയാളെ കേൾക്കുന്നു. അതൊക്കെ നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് അഡാപ്റ്റഡ് ആകുന്നതാണ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും ആവശ്യമുള്ളതാണ് അഡാപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ പൊരുത്തപ്പെടുന്നത് നമ്മള് സഹിച്ച് ക്ഷമിച്ച് എപ്പോഴും ഒരു സ്ലേവിനെ പോലെ അങ്ങനെ പൊരുത്തപ്പെടേണ്ട ആവശ്യമില്ല അല്ലെ. ഇറ്റ്സ് ഫോർ, ഇത് എനിക്ക് ആവശ്യമാണ്, ഞാനത് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ടു പോയാൽ മതി. എപ്പോഴും കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് സ്ട്രെസ്ഫുൾ ആയി പോകും. അപ്പൊ നമ്മൾ ഇഷ്ടത്തോടെ പൊരുത്തപ്പെടുന്നു. ഇപ്പോ എന്നോട് വന്നിട്ട് നിങ്ങൾ പറയാം, മാം ഞങ്ങൾക്ക് മോണ്ടിസോറി ടേംസ് നിന്ന് എടുക്കണ്ട, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ആ പ്രസന്റേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലും കുറച്ച് പേര് പറഞ്ഞു കുറച്ചു നേരം ക്ലാസ് എടുത്തിട്ട് പ്രസന്റേഷൻ പോരേന്ന് ഇരിക്കും. അപ്പൊ പ്രസന്റ് ചെയ്യാൻ വരുന്നവര് അതുമായിട്ട് യോജിക്കുന്നു. എന്നാ ശരി, അങ്ങനെ മതി. അപ്പൊ നമ്മൾ അതിനനുസരിച്ച്, അത് കോംപ്രമൈസ് അല്ല, നമ്മൾക്ക് ആ ഒരു ഇഷ്ടം, ആ ഒരു പ്ലാറ്റ്ഫോമിനോടും ആളുകളോടുമുള്ള ആ ഒരു താല്പര്യം കൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുവാണ്, പൊരുത്തപ്പെടും. അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക് അല്ലെങ്കിൽ വിത്ത് അവർ വിഷ്, അതാണ് അഡാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും നമ്മുടെ ഒരു റിലീജിയസ് മാരേജ് ആ ഒരു പ്രോസസ്സില് ഇങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ താലിയൊക്കെ കെട്ടി എനിക്ക് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമല്ലോ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കണം, അങ്ങനെ തന്നെയാണോ സ്റ്റേറ്റ്മെന്റ് എനിക്ക് കറക്റ്റ് അറിയില്ല. സംവാട്ട് ലൈക്ക് അങ്ങനെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്. അവിടെ ഭാര്യ മുകളിൽ അല്ലെങ്കിൽ ഭർത്താവ് ആണ് ഏറ്റവും ഹയർ അതോറിറ്റി, പ്രയോറിറ്റി ആൾക്ക്. അങ്ങനെയാണ്. നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കണം. ഒരാൾ മാത്രം കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതല്ല പറയുന്നത്. രണ്ടുപേരും ഒരേപോലെ കോംപ്രമൈസ് ചെയ്തു പോകും. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ചിലപ്പോൾ ഞാൻ വെൽനെസിന്റെ ക്ലാസ്സിൽ പറയാറുണ്ട്, കൾച്ചറൽ വെൽനെസ്സുമായിട്ട് കണക്ട് ചെയ്താട്ടോ പറഞ്ഞിരുന്നത്. ഒരു ബാച്ചിലർ ഒരു കുട്ടി പറഞ്ഞു, ഒരു ദിവസം ചുമ്മാ അങ്ങ് വന്നിട്ടൊക്കെ പറയുവാണ്, വെൽനെസ് ഒക്കെ എടുത്തു കഴിഞ്ഞു, നമുക്ക് പറയാം ഐ എം വെരി ടയേർഡ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി, എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ശീലിച്ചതായിരിക്കും എന്ന് പറഞ്ഞിട്ടേ, ഞാൻ വളരെ വീക്കാണ്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ കാരണം ചോദിച്ചപ്പോഴാണ് പറയണത്, ഹസ്ബൻഡിന്റെ വീട്ടിലെ ഫുഡ് ആ ഹാബിറ്റ്സ് എനിക്ക് പിടിക്കുന്നേ ഇല്ല. ഭയങ്കര ഒപ്പോസ് ചെയ്ത് പറയാണ്, എനിക്ക് പിടിക്കുന്നേ ഇല്ല, ഭയങ്കര എണ്ണയാണ്, അവരുടെ കുക്കിംഗ് രീതി വേറെയാണ്. ഞാൻ ചോദിച്ചു കുക്ക് ചെയ്യുമോന്ന് ചോദിച്ചു ആ വ്യക്തിയോട്. ഞാൻ കുക്ക് ചെയ്യും. അവർ ഒരു നല്ല അടിപൊളി ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ട് അവരെ ഞെട്ടിക്കും, അവർക്കും കഴിക്കാൻ കൊടുക്കും, നമ്മളും കഴിക്കും, പ്രോബ്ലം സോൾവ് ആയില്ലേ. നമ്മൾ ആ കൾച്ചറുമായിട്ട് അഡ്ജസ്റ്റഡ് ആകുന്നതാണ്. നമുക്ക് പ്രശ്നമാണെങ്കിൽ അവിടെ പ്രശ്നം തന്നെയായിരിക്കും, നമുക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് നമ്മുടെ ഡെവലപ്മെന്റിനാണ് തടസ്സമാവുന്നത്. സോ ആ ഒരു അവയർനെസ് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അഡാപ്റ്റഡ് ആകും. കൊച്ചു കുട്ടികളാണ് പെട്ടെന്ന് അഡാപ്റ്റഡ് ആകുന്നത്. ഒരു ഗ്രോണപ്പിൽ കൊണ്ടുപോയിട്ട് അഡാപ്ഷൻ നടത്തി നോക്കിക്കഴിഞ്ഞാൽ അയാൾ അഡാപ്റ്റഡ് ആകുന്നില്ല. പിന്നെ ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള നിലയിൽ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ ഒരു ക്വാളിറ്റി അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ആ ഒരു സൊസൈറ്റിയിൽ ജീവിച്ചു പോകാനായിട്ട് പറ്റും. പക്ഷേ മാം നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എനിക്ക് സ്റ്റെപ്പ് മദർ ആയിരുന്നു, ഹസ്ബൻഡിന്റെ സെക്കൻഡ് മദർ ആയിരുന്നു. നല്ലോണം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് മാം. ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഇപ്പൊ മാത്രമാണ് ഞാൻ ഇങ്ങനെ റിലാക്സ് ആയേക്കണം. ഇപ്പൊ പുള്ളിക്കാരത്തി പ്രായമായപ്പോ ഒതുങ്ങി നന്നായിട്ടു. അല്ലെങ്കിൽ എന്നോട് ഭയങ്കര പോരെടുക്കല്, ഭയങ്കര ദേഷ്യങ്ങള്, ഭയങ്കരമായിട്ട് എന്നെ എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ പറ്റും അങ്ങനെയൊക്കെ കുറച്ച് ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മള് സ്റ്റെപ്പ് മദർ ആകുമ്പോൾ കുറച്ചും കൂടിയും ഇതാണല്ലോ, ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് മാം. ഞാൻ അങ്ങോട്ട് ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഇങ്ങോട്ട് ഇല്ലെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ മാം. ലവ്ലി പറഞ്ഞത് ശരിയാ. അപ്പൊ അവിടെ നമ്മളൊന്ന് പാകപ്പെടുക എന്നുള്ളത് ഒരു സംഭവം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ അതുകൊണ്ടാണോ ഞാൻ അങ്ങനെ സ്ട്രഗിളിൽ കൂടി പോയത് കൊണ്ട് എനിക്കിപ്പോ ഈ ക്യാൻസറിനൊക്കെ നേരിടാനായിട്ട് തീ കൊരുത്തത് വെയിലത്ത് പാടില്ലെന്ന് പറയില്ലേ മാം. ആ സ്ട്രഗിളിങ് കൂടെ ദൈവം കടത്തി വിട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ എനിക്കിത് നേരിടാനുള്ള ഒരു പോസിറ്റിവിറ്റി കിട്ടിയത്. സത്യം എനിക്ക് തോന്നുന്നുണ്ട് ദൈവം ഇങ്ങനെ അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നന്മയ്ക്കായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ അന്നൊക്കെ പറയും ദൈവമേ എനിക്ക് ഇപ്പോഴും ഇങ്ങനെയാണ്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട് അന്നത്
ചെയ്തത് കൊണ്ട് ഇന്ന് അത് നന്മയ്ക്കായിട്ട് മാറി. അല്ലെങ്കിൽ ഞാൻ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഓക്കെ. ഇത് ലൗലി ഇത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം പറയാനായിട്ട് വന്നത്. ഞാൻ നിങ്ങളുടെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ബാച്ച് പിള്ളേരുണ്ടല്ലോ, മറ്റേ കിമ്മും ബിന്ദു മാമൊക്കെ ഉള്ള ഒരു ബാച്ച് ഉണ്ടല്ലോ, രാത്രി ഞാൻ എടുക്കും. അപ്പൊ അവര് സ്കൂളിലൊരു കാര്യം ബിന്ദു മാം പറയാം. ബിന്ദു മാം സ്റ്റുഡൻസിന്റെ കോർഡിനേറ്ററോ ടീച്ചർ കോർഡിനേറ്ററോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പൊ എല്ലാ KG സെഷനിലും, പ്രീ സ്കൂളിൽ എല്ലാ KG സെഷനിലും ബിന്ദു മാം വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഒരു KG സെഷനിലെ ഒരു കുട്ടി ഫുൾ ടൈം കരച്ചിലാണ്. അതിന് എന്ത് സൊല്യൂഷൻ ആണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജസ്റ്റ് അതിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഈ പാരന്റ്സ് ഒക്കെ വളരെ നല്ലതാണ്, ഭയങ്കര സപ്പോർട്ടിങ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിധുവൻ പറഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞിട്ട് വിധുവൻ എന്നോട് ഒന്ന് ഷെയർ ചെയ്യായിരുന്നു. വളരെ ലക്ഷറിയസ് ലൈഫാണ് ഈ ബോയ്ക്ക്. ഇവന് അവിടുത്തെ ചെയറിലിരിക്കാൻ ഇഷ്ടമല്ല, അവന്റെ അടുത്ത് വന്നൊരു കുട്ടി ഇരിക്കുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോ വേറെ ആരും വന്ന് അടുത്ത് വന്ന് നിൽക്കാന്ന് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഭയങ്കര വൈറസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി 24 hours, അതായത് അതിന്റെ വീട്ടിലായിരിക്കുമ്പോ ഫുൾ ടൈം AC-യിലായിരിക്കും. പിന്നെ സാധാരണ വുഡിന്റെ ചെയറോ സ്റ്റൂളോ ഒന്നിലും അവനിരിക്കില്ല. അവൻ നല്ല കുഷ്യനുള്ള സോഫ അല്ലെങ്കിൽ ഈ കൗച്ചൊക്കെ ഉണ്ടല്ലോ, അവൻ ചാരി കിടക്കുന്നു, കുറച്ചു കഴിയുമ്പോൾ മുഴുവനെ കിടക്കുന്ന രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള അതൊക്കെയൊക്കെയാണ്. പിന്നെ ഫുൾ ടൈം മൊബൈലോ ഐപാഡോ എന്തോ കയ്യിലുണ്ടാവും. ഭക്ഷണമെല്ലാം ഈ ഇങ്ങനെയുള്ള ഒരു ആ ഒരു ഇതിനകത്ത് ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെയാണ് കഴിക്കുന്നത്. എപ്പോഴും AC-യിലാണ് സ്കൂളിൽ കൊണ്ടുവിടുന്നത്, അവരുടെ ഓൺ കാറിൽ AC-യിൽ. അപ്പൊ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ജനിച്ചപ്പോ തുടങ്ങിയിട്ടുള്ള ആ ഒരു ലക്ഷറിയസ് ലൈഫായിരുന്നു. അപ്പൊ ആ കുട്ടി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒട്ടും പൊരുത്തപ്പെടുന്നില്ല, ഭയങ്കര ടഫ്. വീട്ടിൽ നമുക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകുമായിരിക്കാം, പക്ഷെ അതില്ലാതെ ശീലിപ്പിക്കേണ്ട ഒരു കാര്യം ആ ഫാമിലിയിൽ അത് ശരിക്കും അത് ചെയ്യണമായിരുന്നു. പിന്നെ അമ്മ വന്നിട്ട് കുട്ടിയുടെ വിസിബിൾ ആംഗിളിൽ നിൽക്കും സ്കൂളില്. കൊച്ചു അമ്മയെ നോക്കിക്കൊണ്ടായിരുന്നു ഇരിക്കുന്നത് ഇത്രയും നാളായിട്ട്. അങ്ങനെയുണ്ട്. മറ്റു കുട്ടികളുമായിട്ട് ഒട്ടും മിങ്കിൾ ചെയ്യില്ല, ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്ത പോലെയാണ് അവൻ കാണിക്കുന്നത്. ആകെ ഒരു ബോയോ കണ്ടുണ്ട്, അതിനോട് മാത്രം സംസാരിക്കും. അങ്ങനെയൊക്കെ വിധുമ ആ കുട്ടിയെ കുറിച്ച് പറയണ്ടേ. അപ്പൊ ഈ ഒരു നമ്മള് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നീഡ്സ് നമ്മൾ പറയില്ലേ, നീഡ്സും ഡിമാൻഡ്സും അല്ലെ, ആവശ്യവും നീഡ്സും ഡിമാൻഡും. നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന നീഡ്സ് ആണ് ആവശ്യത്തിന്. അവിടെ തന്നെ നമ്മൾ വീണ്ടും പ്രയോറിറ്റൈസ് ചെയ്യും അത്യാവശ്യം. അല്ലാണ്ട് എന്ത് ഡിമാൻഡ് ചെയ്യുന്നതും നമ്മൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആവശ്യമായാലും അതിൽ അത്യാവശ്യം എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അഡാപ്ഷന്റെ പ്രശ്നം ആ കുട്ടിക്ക് ചെറുപ്പത്തിലേ ആയി. ചെറുപ്പത്തിലേ അവൻ എല്ലാ സാഹചര്യങ്ങളിലൂടെ എന്നുവെച്ചാൽ പട്ടിണിക്ക് ഇടണമെന്നോ ഡ്രസ്സ് കൊടുക്കാതിരിക്കുകയോ അങ്ങനെ ചെയ്യാന്നുള്ളതല്ല. ആ കുട്ടി അറിഞ്ഞു വളരേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതിലേക്ക് കൂടെ അവൻ കടന്നു പോയിട്ടില്ല. അവനെല്ലാം ചൂട് അവന് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ഫുൾ ടൈം AC-യിലല്ലേ, ഉറങ്ങുന്നതും എണീറ്റ് വരുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ ഫുൾ ടൈം AC-യിലാണ്. അപ്പൊ സ്കൂളില് ഫാൻ ഇനഫ് ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ ഇവർ ഒട്ടും ഇരിക്കില്ല ക്ലാസ് റൂമിൽ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുൾ ടൈം കരഞ്ഞുകൊണ്ടേയിരിക്കും. കുട്ടികൾ കരയും കുറച്ച് ജോയിൻ ആവുന്ന ടൈമിലൊക്കെ, പക്ഷെ അത് അവർ പിന്നെ അങ്ങ് മാറും. അവിടെയാണ് അഡാപ്ഷൻ വരുന്നത്. അവരതുമായിട്ട് അതുപോലെ തന്നെ എന്റെ പിള്ളേർ ഈ പ്രശ്നങ്ങളിലൂടെ പോയതുകൊണ്ടായിരിക്കും ഇപ്പൊ അവർ ഭയങ്കര ഷാർപ്പാണ് മാം. ആ സമയത്ത് എനിക്ക് അവരെ നന്നായിട്ട് കെയർ ചെയ്യാനോ വളർത്താനോ എനിക്ക് ഒത്തിരി ടെൻഷനൊക്കെ അടിച്ച് ഞാൻ സൂസൈഡിനെ വരെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ചിന്തിച്ചിട്ടുണ്ട്, അറ്റംപ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ എന്റെ പിള്ളേര് ആണ് എന്നെ പിടിച്ചു നിർത്തിയത്. അവരെ വളർത്തണമല്ലോ എന്നുള്ളൊരു ഇതിലാണ്. പിന്നെ കാരണം പുള്ളിക്കാരത്തെ എന്നെയും ഹസ്ബൻഡിനെയും തമ്മിൽ തെറ്റിക്കുമായിരുന്നു, പിള്ളേരെ എന്നെയും തമ്മിൽ തെറ്റിക്കുമായിരുന്നു, ഡാഡിയായിട്ട് തെറ്റിക്കുമായിരുന്നു. ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരത്തേക്ക് ഇപ്പൊ ഇതുണ്ട്, പാർക്കിൻസൺസ് ഉണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും തിരിച്ചാ വൈരാഗ്യം വീട്ടിട്ടില്ല കേട്ടോ. അതിനൊരു മൈൻഡ് എനിക്കില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം നല്ലത് വരട്ടെ എന്ന് മാത്രമാണ്. അന്നും പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ഇന്നും ഇപ്പൊ എനിക്കൊരു ഹെൽപ്പായിട്ട് ഹെൽപ്പ് അല്ലെങ്കിലും എന്റെ കൂടെ ഉണ്ട്, സമാധാനത്തോടെ പോണു. അപ്പൊ ഞാനിപ്പോ ദൈവത്തിന് നന്ദി പറയണം, ഇപ്പോഴെങ്കിലും എനിക്ക് സമാധാനം തന്നല്ലോ ദൈവം. ചിലപ്പോ അവരുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയ ആള് വേറെ ആളില്ല, അതായിരിക്കും ലൗലിയുടെ അടുത്ത് വന്നത്. സത്യം. ഞാൻ അതുകൊണ്ടായിരിക്കും ഞാൻ നേഴ്സിംഗ് വരെ എത്തിയ ആളാണ് മാം. പക്ഷെ ഇപ്പൊ അവിടെ ആയിരുന്നു, പാട്നയിലായിരുന്നു. എനിക്കത് കംപ്ലീറ്റ് അവിടെ റെക്കഗ്നീഷൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നേഴ്സിങ്ങിനെ കിട്ടി. അവിടെ ചെന്നപ്പോ ഇതുവരെ തന്നെ റെക്കഗ്നീഷൻ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു.
അങ്ങനെ വന്നപ്പോഴാണ് മാരേജ് നടന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു നേഴ്സൊക്കെ ആയിരുന്നു, ഞാൻ ഇത്രയും സ്ട്രഗ്ലിംഗ് ഒന്നും സഹിക്കില്ല. നമുക്കൊരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സഹിക്കില്ലായിരുന്നു, നമ്മൾ എവിടേക്കെങ്കിലും ഓടി പോയേനെ സത്യം. അപ്പൊ ഞാൻ ഓർക്കും ദൈവം എല്ലാം നന്മയ്ക്ക് ഓരോ പ്ലാനും നല്ലതിനായിട്ട് വെക്കണം. ഇവിടെ ഞാനല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ വേറൊരു കൂട്ടുകാരെ പണ്ടേ ഡൈവോഴ്സ് ചെയ്ത് പോയേനെ സത്യം. ഞാനും ചിന്തിച്ചിട്ടുണ്ട് എന്തൊക്കെ ഇവിടുന്ന് മാറി താമസിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതിനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പിന്നെ ഇവിടെ നമുക്ക് പക്ഷെ ഹസ്ബൻഡിന്റെ മമ്മി, മരിച്ചുപോയ മമ്മി നല്ലൊരു എന്നെ 3rd സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുന്ന നല്ലൊരു ടീച്ചറായിരുന്നു. നല്ല കാമാൻ ക്വയറ്റായിരുന്നു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പുള്ളിക്കാരത്തായിരുന്നത്. കുഴപ്പമില്ല, എല്ലാം നന്മയ്ക്ക്. ഓക്കെ, അപ്പൊ അഡാപ്ഷൻ അതാണ് നമ്മളുടെ വിഷോടുകൂടി. യെസ്, ഞാൻ ഇപ്പൊ ലൗലി ചേച്ചി പറഞ്ഞ ഒരു കാര്യം പറയുന്നതാണ്. ഞങ്ങളുടെ ഖുർആനിൽ പറയുന്ന ഒരു കാര്യമാണ്, ഒരാൾക്ക് മെന്റലി താങ്ങാൻ പറ്റാത്ത വിഷമങ്ങളൊന്നും ദൈവം തരില്ല എന്ന്. എത്രത്തോളം വിഷമം നമുക്ക് തരുന്നോ അത്രയും നമ്മൾ അത്രയും കേപ്പബിൾ ആയിരിക്കും എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ ബൈബിളിലും ഉണ്ട് മാം. നമുക്ക് മരുഭൂമിയിലാണെങ്കിലും നമ്മളെ സമൃദ്ധിയായിട്ട് ദൈവം നടത്തണമെന്ന്. അതൊരു അറ്റാച്ച്മെന്റിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി വചനങ്ങൾ, ഒത്തിരി കോഴ്സുകൾ ഉണ്ട് അതിനകത്ത്. നമുക്ക് താങ്ങാവുന്ന മാത്രമേ തരുള്ളൂ എന്നുള്ളത് ശരിയാണ്. എനിക്ക് അത് താങ്ങാൻ പറ്റിയിരുന്നു, വേറെ ആരെങ്കിലും ആണെങ്കിൽ പറ്റില്ലായിരിക്കും. അതുകൊണ്ട് എന്നെ തന്നെ ഇവിടെ കൊണ്ടുവന്നത്. സംഭവം യുഗേ യുഗേ എന്ന് പറയണ പോലെ അല്ലെ, എല്ലാത്തിലും പറയുന്നത് ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? ഓക്കെ തന്നെ. സോ അഡാപ്ഷൻ അതാണ്. സോ കുട്ടികളിൽ ഇത് എളുപ്പമാണെന്നാണ് പറയുന്നത്. പ്രായമായ ഒരാളില് ഇത് ചെയ്യാൻ നമുക്ക് പാടാണ്. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മുടെ കുട്ടികൾ കൂടി വന്നു കഴിഞ്ഞാൽ +1 +2 വരെ നമ്മുടെ കൂടെ പഠിക്കാനുണ്ടാവും. അത് കഴിയുമ്പോൾ അവർ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ചിലപ്പോൾ ദൂരെ നിന്ന് പഠിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പോകുമ്പോൾ വീട്ടിലെ അവർ പല കാര്യങ്ങളുമായി നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്, പൊരുത്തപ്പെട്ട് പോയിട്ടുണ്ട്. അവർ പഠിക്കുന്ന ഇടങ്ങളിലെല്ലാം പൊരുത്തപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, അവർ അഡ്ജസ്റ്റഡ് ആവും. മോള് ഡൽഹിയിൽ പഠിക്കാൻ പോയപ്പോ അവളുടെ റൂമില് ഒരു രാജസ്ഥാനിയാണോ ഏതൊരു നോർത്ത് ഇന്ത്യൻ കുട്ടിയായിക്കോട്ടെ, എവിടെന്നാന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അത്രയും നാൾ ആ കുട്ടി ഒറ്റയ്ക്ക് ആ റൂം കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ഒരാള് വന്നപ്പോഴേക്കും ശരിക്കും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവള് പറയാണ് ഒട്ടും ഇഷ്ടം ഉണ്ടായില്ല. അപ്പം വന്ന ഉടനെ തന്നെ അവളോട് പറഞ്ഞു, എനിക്ക് ബാത്റൂമിൽ വെള്ളം കിടക്കണത് ഇഷ്ടമല്ല, റൂമില് സാധനങ്ങൾ അങ്ങനെ അലവലാതിയായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല, അടുക്കി വെക്കണം, പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു മോളോടെ. കാരണം ഞാൻ വന്ന ദിവസം ചെന്ന് റൂമിൽ ചെന്ന് പറഞ്ഞു കൊടുക്കും. അവള് ഞാൻ ചെയ്തോളാം. അവർക്കൊരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. പക്ഷെ അവര് അതിങ്ങനെ കുറെ ദിവസം ഇടും, അല്ലെങ്കിൽ കുറെ നേരം ഇടും. അപ്പൊ അവർക്ക് പക്ഷെ ഒന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഫീൽ ചെയ്യണ ടൈപ്പ് ഒന്നുമില്ല. അപ്പൊ അത് ബാത്റൂമിലെ വെള്ളം ഇനി ഇതെല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം ഈ കുട്ടി പറഞ്ഞു. സുഖമായല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു അത് ഞാൻ ഇതാക്കിയില്ല, ഞാൻ അത് ശ്രദ്ധിച്ചു. അപ്പൊ അങ്ങനെ ഒരാള് വന്നപ്പോ അവൾ ആ സിറ്റുവേഷനുമായിട്ട് ഡെവലപ്പ് ആയി. അവള് പറഞ്ഞു അമ്മ കൂടെ ഉള്ളപ്പോ ഞാനൊരു മന്ദബുദ്ധി ആയിപ്പോവും, എനിക്ക് ബുദ്ധി ഉണ്ടാവില്ല, പല കാര്യങ്ങളും അമ്മ ചെയ്യുന്നോളൂലോ എന്നുള്ളൊരിത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ചെന്നപ്പോ ഈ കുട്ടി ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ അവൾ പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊരു അഡാപ്റ്റേഷൻ ആണ്. പക്ഷെ ഭയങ്കര കൂട്ടായി രണ്ടുപേരും. ഇപ്പം അങ്ങനെ ആ ഒരു കാണാതൊക്കെ ഇരിക്കുമ്പോ നാട്ടിലൊക്കെ പോകുമ്പോഴേക്കും ഭയങ്കര അന്വേഷണം. ഞാൻ വയ്യാണ്ടിരിക്കുമ്പോ ഇതുവരെ ഹസ്ബൻഡും മോനും മോളും ഒക്കെ എല്ലാം ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒരാൾ എനിക്കൊരു ഹെൽപ്പിന് വരാറില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമായിരുന്നു. ഇപ്പൊ ഞാൻ വയ്യാണ്ടായപ്പോ ഹസ്ബൻഡും ചെയ്യുമായിരുന്നു, ഹസ്ബൻഡ് ചെയ്യാനായിട്ട് മക്കളും ചെയ്യാൻ തുടങ്ങി. അപ്പൊ മോനാണെങ്കിലും ക്ലീനിങ് ഒക്കെ ചെയ്തോളും. ഇപ്പൊ എനിക്ക് കൈക്ക് വയ്യാന്ന് പറഞ്ഞ പാത്രമൊക്കെ കഴുകിക്കോളും, വാഷിംഗ് മെഷീൻ തുണിയൊക്കെ കൊണ്ട് വിരിച്ചിട്ടോളും, തിരിച്ചു കൊണ്ടുപോയി എടുത്തു തരും. അങ്ങനെല്ലാം അഡാപ്റ്റ് ആയി. അതെ, അങ്ങനെ തന്നെയല്ല എല്ലാരും ആ ഒരു ഇതിലേക്ക് അങ്ങനെ മാറും. ചിലപ്പോ അവര് തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങി, അവരതങ്ങനെ എക്സ്പേർട്ട് ആവും. അതൊക്കെ അവർക്ക് പുറത്തെവിടെയെങ്കിലും പോയി നന്നായിട്ട് കുക്കും ചെയ്യുവാൻ. എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്തോളും. ചിക്കൻ കറിയാണ്, ബീഫ് കറി, എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തോളും. വെരി ഗുഡ്. അതൊക്കെ മനസ്സിലായില്ല ആ ഒരു അഡാപ്ഷൻ എന്നുള്ള കാര്യം. അപ്പൊ അത് ശരിക്കും നമ്മളുടെ ഒരു അപ്രോപ്രിയേറ്റ് ഡെവലപ്മെന്റിന് വളരെ ഹെൽപ്ഫുൾ ആണ് ഒരു അഡാപ്റ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ജോലി കിട്ടി പോകുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് കല്യാണം കഴിഞ്ഞ് വേറൊരു കൾച്ചർ, വേറൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്, വേറൊരു ഫാമിലിയിലേക്ക് പോവുക. അത്രയും കാലം ജീവിച്ച ഒരു സാഹചര്യത്തിന് ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇടത്തേക്കായിരിക്കും പോകുന്നത്. പിന്നെ
നമ്മളവിടെ നമുക്ക് സന്തോഷത്തോടു കൂടി അഡാപ്റ്റഡ് ആകണമെങ്കിൽ ലൗലി അനുഭവിച്ച പോലെയല്ല, അവരുടെ ഉള്ളിൽ ആ ഒരു മനസ്സുണ്ടാവണം. വേറൊരു സ്ഥലത്ത് നിന്ന് വന്നതാണല്ലോ. സോ വി ഹാവ് ടു പ്രൊവൈഡ് സംതിങ്, നമ്മളെ ഒന്ന് കംഫർട്ട് ആക്കുക എന്നുള്ളതും കൂടെ. ലൈഫ് പാർട്ട്ണർ ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെയാകുമ്പോൾ നമുക്ക് അഡാപ്ഷൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ലൗലിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമായിരുന്നില്ല ആ ഒരു സ്പേസിൽ സ്ട്രഗിൾ ചെയ്തത്. ശരിക്കും പറഞ്ഞ ജലസി വന്നു. കാരണം ഞാൻ ഉയർന്നാലോ എന്ന് പേടിച്ചിട്ട് പുള്ളി എന്നെ അടിച്ചു താത്തി പുള്ളി ഉയരണം, അങ്ങനെ ഒരു മെന്റാലിറ്റി എനിക്ക് തോന്നിയത്. ആ സമയത്ത് എനിക്ക് തോന്നിയത് നമുക്ക് പിള്ളേരുണ്ട്, പുള്ളിക്കാരി പിള്ളേരില്ല, മക്കളുണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു മാരീഡ് ആയിരുന്നു, രണ്ടാമത് ഹസ്ബൻഡ് ഡാഡിനെ മാരി ചെയ്തപ്പോഴും പിള്ളേരില്ല. അപ്പൊ ആ ഒരു എനിക്ക് കിട്ടണം സ്ഥാനം, ലീഡർഷിപ്പ് കിട്ടണം. എപ്പോഴും പറയും ഞാനാണ് ഇവിടുത്തെ ആള്, നീയല്ല, നീ എന്റെ താഴെയാണ്. അപ്പൊ ഞാൻ പറയാം അതായിക്കോ, കുഴപ്പമില്ല, നമുക്ക് സമാധാനം മതി, അഡ്ജസ്റ്റ് ആയിട്ട് പോകണമെന്നുള്ളൂ, നമുക്ക് ലീഡറായിട്ട് നിൽക്കണമെന്നൊന്നും ഒന്നുമില്ല. പക്ഷെ പുള്ളിക്കാരത്തിക്ക് ഒരു മൈൻഡിൽ അങ്ങനെ വന്നുപോയി. അതാണ് പറ്റിയ തെറ്റതാണ്. പുള്ളിക്കാരി മൈൻഡിൽ അങ്ങനെ വന്നു, ഞാൻ ഉയർന്നായല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയാണ് വന്നത്. അപ്പൊ നമ്മൾ അടിച്ചു താത്താൻ തുടങ്ങി, ചേട്ടനെ കൊണ്ട് തല്ലിക്കാൻ തുടങ്ങി, പിണങ്ങിക്കാൻ തുടങ്ങി. അത്രയിടം വരെ എത്തിയപ്പോ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അവരുടെ ഇൻഫ്ലുവൻസ് ആ ഒരു അമ്മയാണല്ലോ. മറ്റേ അമ്മ അവരുടെ ചെറുപ്പത്തിലേ പോയി. പിന്നെ അത് തന്നെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മദറാണ്. പക്ഷെ ഹസ്ബൻഡിനെ അറിയാം. പക്ഷെ ചില ടൈമില് അത് ഭയങ്കര ഒരു അപ്രോച്ച് ഒക്കെ നല്ലൊരു ഭയങ്കരമായിട്ട് മണിയടിക്കാൻ അറിയാം. എല്ലാം നമ്മൾക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ ഇതേവരെ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ. ആദ്യമായിട്ടാ. ഏത് തരത്തിലും എന്താ പറയണേ, പൂച്ചനെ താഴോട്ടിട്ടാൽ 4 കാലിൽ വീഴുന്ന് പറയില്ലേ, അതുപോലെയാണ് ഈ പുള്ളിക്കാരത്തി. ഏത് തരത്തിലും അങ്ങോട്ട് നമ്മളെ ഇതാക്കി കളയും. ഒത്തിരി ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ സാധിക്കണമെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞാനെന്ന് പറയാം ചെറുപ്പത്തിൽ എവിടെയെങ്കിലും ഒന്ന് തൊടുമ്പോഴേക്കും തൊട്ടാവാടിയായിരുന്നു. പക്ഷെ അതിലൂടെ ദൈവം അതിനായിരിക്കും അനുവദിച്ചത്. നമ്മൾ സ്ട്രഗിൾ ചെയ്തു നേടി. അങ്ങനെയല്ല, നമ്മളൊന്ന് പവർ കിട്ടി, നമുക്ക് കുറച്ച് പിടിച്ചു നിൽക്കാനും ഒക്കെ ആയിട്ടൊരു പവർ കിട്ടി. അതായാലും നന്നായി. അതെ, ചെടിയുടെ ചോട്ടിലിടുന്ന വളം ഭയങ്കര സ്മെല്ലും അഴുക്കും ഒക്കെ ഉള്ളതായിരിക്കും. പക്ഷെ ആ ചെടി വളരണത് അതുകൊണ്ടല്ലേ, താമരയുടെ അതല്ലേ. അതന്നെ. ഓക്കെ, സോ ഡെവലപ്മെന്റും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. വായിച്ചിട്ടുണ്ടായിരുന്നു. സോ ഡെവലപ്മെന്റ് അതൊരു, നമ്മൾ ഓൾറെഡി ആ ഡെവലപ്മെന്റ് പല സ്റ്റേജസിലൂടെയും എല്ലാം കടന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ ഇന്നർ ഗൈഡ് നമ്മൾ പുഷ് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉൾവിളി എന്നൊക്കെ പറയുമല്ലോ. ഒരാളിനോട് എനിക്ക് ഇങ്ങനെ പറയുന്ന പോലെ തോന്നി, ഈ കോഴ്സിൽ ചേര്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകൂ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട, അത് ചെയ്യണ്ട എന്നൊക്കെ പറയുന്ന പോലെ ആ ഡെവലപ്മെന്റിലേക്ക് നമ്മളെ പുഷ് ചെയ്യുന്ന ഒരു ബേസിക് ഫോഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ഫോഴ്സ് എന്തോ ആരോ നമ്മുടെ ഉള്ളിൽ ഇത് പറയണമെന്ന് നമ്മൾ പറയുന്നു. കുട്ടികളിലും ഉണ്ട് ഈ ഒരു ഇന്നർ ഗൈഡ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ അത് പറയണ്ടേ. അപ്പോ ബർഗ്സൺ എന്നുള്ള ഫിലോസഫർ ആ ഫോഴ്സിന് പറഞ്ഞൊരു പേരാണ് എലാൻ വിറ്റാൽ. എലാൻ വിറ്റാൽ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ടേമാണ്. വൈറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ ലൈഫ് ഇമ്പൾസ്, നമ്മളത് ട്രിഗർ ചെയ്യുന്ന ഒരു ഫോഴ്സ്, വൈറ്റൽ ഫോഴ്സ് എന്നാണ് അതിന്റെ ഒരു മീനിങ്. ഡോക്ടർ മോണ്ടിസോറി ഈ ആ ഒരു ടേം ആയിട്ട് കടമെടുത്ത് പറഞ്ഞത് ഹോം എന്നായിരുന്നു. നമ്മുടെ ഹോർമോൺസുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ മനുഷ്യരിലുള്ള ആ ഫോഴ്സിനെ ഡോക്ടർ മോണ്ടിസോറി വിളിച്ചത് ഹോം ആയിരുന്നു. അതൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, ഒപ്പു എന്ന് മീനിങ് വരുന്ന, ലൈഫ് എന്ന് മീനിങ് വരുന്ന ഒരു ഒപ്പു, അങ്ങനെ ഒരു വേർഡിൽ നിന്നാണ് ഹോം എന്നുള്ളത് എടുത്തത്. നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പുഷ് ചെയ്യുന്നത്, എൻഡ് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ പുഷ് ചെയ്യുന്ന ഒന്നാണ് ഹോം എന്ന് പറയുന്നത്. അതായത് ഒരു വൈറ്റൽ എനർജി, ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മളെ പുഷ് ചെയ്യുന്ന ഒരു എനർജി ഫോഴ്സ്. അതാണ് ഡോക്ടർ മറിയം മോണ്ടിസോറി ഹോമിന് കൊടുത്ത ഒരു ഡെഫിനേഷൻ. ദെൻ ഇവിടെ ഒരു ടെലിയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫിക്കൽ എന്നാണ് മീനിങ്. പിന്നെ ഈ നമുക്ക് അങ്ങനെ ഒരു ഫോഴ്സ് നമ്മളെങ്ങനെ പുഷ് ചെയ്ത് ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തിക്കണം. അപ്പൊ ഈ ഫോഴ്സിനെ ഓർമ്മപ്പെടുത്തണം. ഇയാൾക്ക് ഒരു കഴിവുണ്ട്, അയാൾ അത് ചെയ്യിക്കൂന്ന് പറഞ്ഞ് ആ ഫോഴ്സ് കൊടുക്കൂന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ജനറ്റിക് മെമ്മറിയാണ്. അതിന് പറയുന്ന പേരാണ് നീമി. അതിന് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഹോമും നീമിയും ഡോക്ടർ മോണ്ടിസോറി കടമെടുത്തതാണ് ഈ 2 വാക്കുകൾ. അത് കൂടാതെ നെബുലെ എന്ന് പറഞ്ഞ പൊട്ടൻഷ്യലാണ് ഡോക്ടർ മോണ്ടിസോറി കടമെടുത്ത 3ാമത്തെ വേർഡ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിലുള്ള പൊട്ടൻഷ്യലിന് പറയുന്ന പേരാണ് നെബുലി. ആ നെബുലേനെ പുഷ് ചെയ്ത്
കാര്യങ്ങൾ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുന്ന ഫോഴ്സ് ആണ് ഹോം. ഹോമിനെ റിമൈൻഡ് ചെയ്യിക്കുന്നു, ഇയാൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്, അയാളെ അത് ചെയ്യിക്കൂ എന്ന് പറഞ്ഞ് റിമൈൻഡ് ചെയ്യിക്കുന്നതാണ് നീമി. അതും നമ്മുടെ ഉള്ളിലുണ്ടാണ്. എല്ലാ ജീവജാലങ്ങളിലും ഉള്ള ഒരു മെമ്മറിയാണ് നീമി എന്ന് പറയുന്നത്. മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിലും ഉണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ്സിലും ഉണ്ട്. പ്ലാന്റ് നല്ല നിറയെ ശബ്ദവും ബഹളവും ഒക്കെ ഉള്ള സ്ഥലത്ത് നല്ല പോലെ ചെടികൾ കായ്ക്കും, പൂക്കൾ ഉണ്ടാകും, കായ്കൾ ഉണ്ടാകും, പഴങ്ങൾ ഉണ്ടാകും, അല്ലെ? അതൊക്കെ ആ ഒരു നീമിയുടെയാണ്. ചെടികളോട് സംസാരിച്ച് ചെടികളെ പരിപാലിക്കുന്ന ആൾക്കാരുണ്ടാകും, വെള്ളം ഒഴിക്കുമ്പോൾ അതിനനുസരിച്ച് ചെടികളുടെ കാര്യങ്ങൾ നോക്കുന്നവരുണ്ടാവും. ചിലര് ക്ലാസ്സിലൊക്കെ ഷെയർ ചെയ്തപ്പോ ഇങ്ങനെ പറയുമായിരുന്നു, കറിവേപ്പില പറിക്കാൻ പോകുമ്പോഴും മാങ്ങ പറിക്കാൻ പോകുമ്പോഴും അങ്ങനെയൊക്കെ ആവുമ്പോഴും പെർമിഷൻ വാങ്ങിച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ പറയണ്ടേ, ഈ മരം വെട്ടാൻ പോകുന്ന ഒരാൾ അവരുടെ വീട്ടിന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ ആ ചെടിയോട് പെർമിഷൻ വാങ്ങി തൊടുതിട്ടാണ് അയാൾ മരം വെട്ടാറ്. പക്ഷെ അതിന് ജീവനുണ്ട്, മെമ്മറി ഉണ്ടെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് ഒരു കാര്യം തന്നെയാണ്. കറക്റ്റ് ആണോ മാം? MNEME തന്നെയാണോ? നീമി. ഓക്കെ. അപ്പൊ ഇങ്ങനെ 3 വേർഡാണ് നമുക്ക് പുതിയതായിട്ട് വരുന്നത്: ഹോം, നീമി, നെബുലെ. ഹോം എന്ന് പറയുന്നത് നമ്മള് 3rd യൂണിറ്റിൽ പഠിച്ചു. എന്താണ്? ഹ്യൂമൻ ബേബീസ് ഇൻകേപ്പബിൾ ആണ് ബർത്ത്, പക്ഷെ അനിമൽ ബേബീസ് കേപ്പബിൾ ആണ്. അപ്പൊ അനിമൽ ബേബീസിന് ഈ പൊട്ടൻഷ്യൽ ജനിക്കുമ്പോഴേ തന്നെ അങ്ങ് ഡെവലപ്പ് ആകും, പക്ഷെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആകും. ഹ്യൂമൻ ബേബീസിൽ ആ പൊട്ടൻഷ്യൽ ജനിക്കുമ്പോഴേ ഡെവലപ്പ് ആകുന്നില്ല. അതുകൊണ്ടാണ് മറിയ മോണ്ടിസോറി നമ്മളുടെ മെന്റൽ സ്റ്റേജിനെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. അത് ഭ്രൂണാവസ്ഥയിൽ തന്നെയാണെന്ന്, അത് ഡെവലപ്പ് ആയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം ഹ്യൂമൻ ബേബീസിൽ പക്ഷെ ഈ പൊട്ടൻഷ്യൽ ഉള്ളിലുണ്ട്, അത് സമയമെടുത്താണ് ഡെവലപ്പ് ആകുന്നത്. ചിലപ്പോ ഇങ്ങനെ സ്കാറ്റർ ചെയ്തൊക്കെ കിടക്കുമായിരിക്കും. അപ്പൊ കറക്റ്റ് ഓരോ ടൈം എത്തുമ്പോൾ ആ നമ്മളുടെ ഓരോ കഴിവിനെ നടക്കും അല്ലെങ്കിൽ ഇരിക്കും കവഴും എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്ന മെമ്മറിയാണ് നീവി. അത് ചെയ്യുന്ന പ്രോസസ്സാണ് മാം. ഭയങ്കര കഴിവല്ലേ. നമ്മളെല്ലാ പിള്ളേരും ആദ്യം ഇങ്ങനെ കിടക്കുന്നു, പിന്നെ എഴയുന്നു, പിന്നെ എല്ലാം ആ പ്രോസസ്സിങ് ഒരു ഭയങ്കര ഒരു പ്രോസസ്സിങ് ആണ് അത്. ഓക്കെ, അപ്പൊ അത് ചെയ്യിക്കുന്നത്. അപ്പൊ ഈ 3ഉം തമ്മിലുള്ള കണക്ഷൻ ഇതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഒന്നുകൂടെ പറയും. ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അത് അറ്റൻഡ് ചെയ്താൽ മതി. ചുമ്മാ പോയി കയറി അറ്റൻഡ് ചെയ്യണ്ട. ബാക്കിയെല്ലാം നോക്കൂ, എന്തെങ്കിലും സംശയം ചോദിക്കും. അപ്പൊ ശരി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. മേ ബി 2 classes അല്ലെങ്കിൽ ചിലപ്പോൾ 1 class നമ്മുടെ കഴിയും. ഓക്കെ, സോ ഓക്കെ ദെൻ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. ബൈ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ബൈ. Bye. Bye. മതിയാണോ? കുട്ടികളുടെ ശബ്ദം കേൾക്കണോ? കുട്ടികളെ പഠിപ്പിക്കാൻ തോന്നുന്നു ബട്ടർഫ്ലൈ പാട്ട്. അതെ മാം, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ഞാൻ ലീവ് ചെയ്യുന്നു. മാം, യെസ്. ഞാൻ ഹെൽത്ത് ഇഷ്യൂസും ഫാമിലി പ്രോബ്ലം ഒക്കെ കാരണം കുറെ ക്ലാസ് മിസ്സായിട്ടുണ്ട്. പിന്നെ വർക്കുകളും പെൻഡിങ് ആണ്. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ശരിക്കും നിങ്ങളുടെ ക്ലാസ്സിന് കുറച്ചധികം സമയം കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യും. വൈവ, എക്സാം, ഇതെല്ലാം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സമയമുണ്ട്. ഇത് ചെയ്താൽ മതി. റെക്കോർഡ് പെൻഡിങ് ഉണ്ട്, ക്ലാസ് കാണാത്ത കാരണം. അപ്പൊ നിർത്ത വേണ്ട എന്താ വേണ്ടെന്ന് വെച്ചിട്ട് നിക്കണം. ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ ക്ലാസ്സിലുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ച് സപ്പോർട്ട് വാങ്ങുക. പിന്നെ റിവിഷൻ ക്ലാസ് എന്തായാലും തരും. ഓക്കെ. ഓക്കെ. Gracias.
King Kong nakında. King Kong the gumber. The very gumber. അത് കിടന്ന് Peki.